വീണ്ടും ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഇടയാക്കിയ വേണ്ടി വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം ഓട്ടവും പോരാട്ടവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആധാരമായി എടുത്ത വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രധാനമായും നമ്മൾ കണ്ട കാര്യമുണ്ട്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലുകളും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടത് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവിൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നതായ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആകയാൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തണം, എന്തുകൊണ്ട് നിങ്ങളുടെ തൂങ്ങിക്കിടക്കുന്ന ട്രൂപ്പിംഗ് ഹാൻഡ്സ്, തളർന്ന കൈകൾ എന്നുള്ളതിനേക്കാൾ ഉപരി തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും, തളർന്ന എന്ന് പറയുമ്പോഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കൈകൾ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കണം? ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരു കാരണം ഇവിടെ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും, നമുക്ക് മുന്നിൽ ഒരു ഓട്ടമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ടുള്ള ഒരു ഓട്ടം. അങ്ങനെ ഒരു ഓട്ടം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കാല്, നമ്മൾ ആ കുഴഞ്ഞ മുഴങ്കാല് നിവർത്തേണ്ടത്, സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ശരിക്കും സ്ട്രെങ്തൻ യുവർ വീക്ക്നെസ്, ലിഫ്റ്റ് യുവർ ട്രൂപ്പിംഗ് ഹാൻഡ്സ് ആൻഡ് സ്ട്രെയിറ്റൻ യുവർ ക്രൂക്കഡ് പാത്സ്. നിങ്ങളുടെ വളഞ്ഞ വഴികൾ നേരെയാക്കുക. നമുക്കൊരു ഓട്ടമുള്ളതുകൊണ്ട് നമ്മളുടെ കാലുകൾ നമ്മൾ ശക്തീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു പോരാട്ടമുള്ളതുകൊണ്ട് നമ്മുടെ കൈകളെ നമ്മൾ കൂടുതൽ ബലവത്താക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നമുക്ക് ഒരു ശത്രു ഉള്ളതുകൊണ്ട് നമ്മുടെ വഴികൾ വളഞ്ഞതാകാതെ നേരെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് നമ്മളെ ദൈവവചനം ഉത്സാഹിപ്പിക്കുകയാണ്. നമ്മളൊരു ഓട്ടക്കളത്തിലാണ്, നമ്മളൊരു പോരാട്ടക്കളത്തിലാണ്. നമ്മൾ ഓടുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ലോകത്ത് ജീവിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ളൊരു ഓട്ടമാണ്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം നമ്മൾ സ്വർഗത്തിലേക്ക് ഓടുകയാണ്, ഒരു പരിധി വരെ ശരിയാണ്, ദാറ്റ്സ് എ ഫാക്ട്. എന്നാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ സ്വർഗത്തേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപരായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ശിക്ഷണത്തെക്കുറിച്ച് ഇതേ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സാധാരണ മാതാപിതാക്കൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷണം നടത്തുന്നു, ഡിസിപ്ലിൻ ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷണം നടത്തുന്നതെന്ന് ചോദിക്കുന്നവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരം, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് ഇതേ വേദഭാഗത്ത് നിന്ന്. എന്നാൽ നാം എന്ത് ലക്ഷ്യം പ്രാപിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം അവനെ പോലെ ആകാൻ വേണ്ടിയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അതാണ്. ദൈവത്തിന്റെ മനസ്സിലെ എല്ലാ കാലത്തുമുള്ള മോഹം അതാണ്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് വേണ്ടിയാണ് അവൻ നമ്മളെ മുൻ നിശ്ചയിച്ചിരിക്കുന്നത്. We are predestined to be conformed to the image of his son. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടത്. അവന്റെ പുത്രന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് അവന്റെ വിശുദ്ധിയാണ്. അല്ലാതെ അവനെ പോലെ മുടി വളർത്തി നടക്കുകയാണെന്നോ അല്ലെങ്കിൽ താടി വളർത്തി നടക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എന്താണ് അവനെ പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ വിശുദ്ധിയിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ സ്വഭാവം വിശുദ്ധിയാണ്. അവന്റെ സ്വഭാവത്തിൽ നമ്മൾ മുന്നേറേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നമുക്കൊരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. സ്പോർട്സ് കോട്ടായിൽ പോലീസിൽ ചേർന്ന പോലീസുകാരൻ കള്ളനെ പിടിക്കാൻ ഓടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കള്ളനെ ഓടിത്തോപ്പിച്ചു എന്നുള്ള ഒരു സ്വാഭാവിക ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങി പോകുന്നൊരു സ്റ്റേജ് ഉണ്ടാകരുത്. എന്നതുപോലെ യേശു കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഓടേണ്ടത്. അല്ലാതെ ചെറിയ ലക്ഷ്യങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടാക്കരുത്. ഞാനിവിടെ വന്നതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം, നമ്മളെക്കുറിച്ചുള്ള മോഹം എന്താണെന്ന് ചോദിച്ചാൽ, നാം അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നതാണ്. അതിൽ കുറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് അത് പ്രാപിക്കുന്നത് വരെ അതിനിടയ്ക്കുള്ള ലക്ഷ്യങ്ങൾ, ഒരു പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നിരിക്കും, ദൈവം നിങ്ങളുടെ കടം മാറ്റിയെന്നിരിക്കും, ദൈവം നിങ്ങളുടെ രോഗം മാറ്റിയെന്നിരിക്കും. ഇതൊന്നും പക്ഷേ യേശുവിനെ പിൻപറ്റാനുള്ള നമ്മുടെ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ കാരണമല്ല. അതൊക്കെ ഒരു ഉപാധികളാണ്, യേശുവിനെ അറിയാനുള്ള ഉപാധികൾ മാത്രമാണ്. ഉപാധികളെ ലക്ഷ്യമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കും വരെയും അവന്റെ പിന്നാലെ പോകുക. ആ ഓട്ടത്തിൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക. കാര്യം നമ്മുടെ ലക്ഷ്യം അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അവന്റെ വിശുദ്ധി എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മതപരമായ വിശുദ്ധിയല്ല. അവന്റെ വിശുദ്ധി എന്ന് പറയുന്നത് സമൂഹം വിശുദ്ധമെന്ന് പറയുന്നതെല്ലാമല്ല. ഒരുപക്ഷെ സമൂഹത്തിന്റെ വിശുദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. നമ്മളുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ വിശുദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. നമ്മുടെ സഭ പറയുന്ന വിശുദ്ധിയൊക്കെ പ്രാപിക്കാൻ ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അവന്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സഭ പറയുന്ന വിശുദ്ധിയൊന്നുമല്ല.
നമ്മുടെ സമൂഹം പറയുന്ന വിശുദ്ധിയല്ല, നമ്മുടെ സമുദായം പറയുന്ന വിശുദ്ധിയല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവർ പറയുന്ന വിശുദ്ധിയല്ല. മറ്റുള്ളവരൊക്കെ എന്നെ നല്ല വ്യക്തിയെന്ന് കണ്ടതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല വ്യക്തിയായിട്ട് അഭിനയിക്കാൻ എനിക്കൊരു പ്രയാസമില്ല. എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ട് തന്നെ, ഇല്ലേ, എൻ്റെ ഹൃദയത്തിന്റെ ശുദ്ധി ഇല്ലാതെ തന്നെ എനിക്കൊരു പക്ഷേ ഒരാളെ കളിപ്പിക്കാനായിട്ട് പറ്റും. ആ ഒരു വിശുദ്ധി കൊണ്ട് അവന്റെ വിശുദ്ധിയെ നമ്മൾ പ്രാപിക്കുന്നില്ല. അവന്റെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉപദേശ വിശുദ്ധി പോലുമല്ല. ഉപദേശ വിശുദ്ധി ആവശ്യമാണ്, പക്ഷേ ഉപദേശം, നല്ല ഉപദേശം ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവന്റെ വിശുദ്ധി പ്രാപിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ ഇതൊക്കെ മുട്ടിക്കല്ല് പോലെ വലിയ ഒരു അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പറക്കിടേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഉപദേശം എന്നൊക്കെ പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ പണിയണമെന്നുള്ളതല്ലാതെ അടിസ്ഥാനം പണിതുകൊണ്ട് ഒരാൾക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. അടിസ്ഥാനം പണിത് അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? വീട് പണിയണം. ഇതുപോലെ ഉപദേശത്തിന്റെ വിശുദ്ധി ആവശ്യമാണ്, പക്ഷെ അതൊരു അടിസ്ഥാനം മാത്രമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ എല്ലാ ഉപദേശത്തിന്റെയും പാരമ്യതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയാവുന്നതെല്ലാം പറഞ്ഞിട്ട് പറയാണ് എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ. നമുക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ആത്യന്തികമായ കാര്യങ്ങൾ അതൊക്കെ. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുന്നത് അതൊക്കെ എന്താണ്? എലിമെന്ററി തിങ്സ് എന്നാണ് പറയുന്നത്. വളരെ തുടക്കക്കാരന്റെ കാര്യങ്ങളാണ്. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ അവനെ കുറിച്ചുള്ള, ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരാനായിട്ട്, ഇല്ലേ, അവന്റെ പരിജ്ഞാനത്തിൽ, അല്ലെ അവനെ അറിയുന്ന സ്റ്റേജിലേക്ക്, അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അവനെ അറിയുന്നതായ ഒരു സ്റ്റേജിലേക്ക് ഉള്ളൊരു വളർച്ച. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടം ഓടുന്നത്, അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അവന്റെ വിശുദ്ധി നമ്മൾ അറിയണമെങ്കിൽ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അവന്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കണമെങ്കിൽ അവന്റെ വിശുദ്ധിയുടെ ഒരു കാഴ്ച നമുക്കുണ്ടാകണം. അവന്റെ വിശുദ്ധിയുടെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ വിശുദ്ധിയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, അറിയുന്നില്ല, പറയുന്നില്ല, കേൾക്കുന്നില്ല. നമ്മളത് അറിയാത്തത് കൊണ്ട് നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ? നമ്മളൊക്കെ വിശുദ്ധരായി ജീവിക്കുകയാണെന്നാ. നമുക്ക് ഒത്തിരി സംതൃപ്തിയുണ്ട്. നമ്മൾ ചില സമയത്തെങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം വായിക്കുന്ന ഒരു പതിവുണ്ടെന്ന് എനിക്കറിയാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നത് യെശയ്യാവ് ഒരു വലിയ ദർശനം കാണുകയാണ്. ദർശനമെന്ന് അവിടെ പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നത് യെശയ്യാവിന്റെ ദർശനം നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദർശനമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ അവൻ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നല്ലൊരു കാര്യമാണ്, ഒരു ദർശനം കണ്ടു. നമ്മളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവം എനിക്ക് അങ്ങനെ ഒരു ദർശനം തന്നു, കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു, അല്ലെങ്കിൽ കർത്താവ് ക്രൂശിൽ കിടക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് 1000 അടുത്ത് പോയി സാക്ഷി പറഞ്ഞേനി. പ്രിയമുള്ളവരെ, അതിനകത്തല്ല കാര്യം. അത് നിന്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്തി എന്നുള്ളതാണ്. ഒരു സ്വപ്നം കണ്ടതോ, ഉണർന്നിരിക്കുമ്പോൾ ഒരു ദർശനം കാണുന്നതോ, കണ്ണടയ്ക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണുന്നതോ, നാട് നീളെ വിളിച്ചു കൂവി നടന്നത് കൊണ്ടൊന്നും അർത്ഥമൊന്നുമില്ല. അതല്ല വലിയ കാര്യം. അത് നമ്മുടെ ജീവിതത്തിന് എങ്ങനെ വ്യത്യാസം വരുത്തി, അത് നമ്മളാരും തിരക്കുന്നില്ല. ഈ സാക്ഷി പറയുന്ന ആളുകളെല്ലാം പറയുന്നത് എന്താണ്? ഞാനൊരു വലിയ ദർശനം കണ്ടു, ഞാൻ കർത്താവിന്റെ ദർശനം കണ്ടു, കർത്താവിന്റെ കൈകൾ, ആണിപ്പാടുള്ള കൈകളെ കണ്ടു. കൊള്ളാം, നല്ല കാര്യം. അതുകൊണ്ട് നിനക്കെന്താ വ്യത്യാസം ഉണ്ടായി? അതാ ചോദ്യം. വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ ഈ ദർശനം കൊണ്ട് ഒരു പ്രയോജനമില്ല. യെശയ്യാവിന് വലിയൊരു ദർശനം ഉണ്ടായി. എന്താണ്? കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അതിനോട് ചേർന്ന് പറയുന്നതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായ ഒരു ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുകയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു, സറാഫുകൾ അവന് ചുറ്റും നിന്ന്, ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവന്റെ ദർശനത്തിന്റെ പ്രത്യേകത നോക്കുക. അവനതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ശ്രദ്ധിക്കുകയാണ്. അല്ലാതെ ഒരു ദർശനം കണ്ടപ്പോഴത്തേക്ക് കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, നമ്മളിതെല്ലാം കാണാതെ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തൊട്ട് ഇത് കാര്യം പറയല്ല. അവൻ നോക്കി എന്താ സംഭവിക്കുന്നത്. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ സമയമില്ല. അതല്ല അതിനകത്തെ വിഷയം. അവ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ചുറ്റും സറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ എന്ന് പറയുന്നത് ചെറിയ ജീവികളൊന്നുമല്ല, അവർ സ്വർഗീയ ജീവികളാണ്, ശക്തന്മാരായ ആളുകൾ. ഈ ശക്തന്മാരായ ആളുകൾക്ക് 6 ചിറകുണ്ടായിരുന്നു. ഓരോ സെറാഫിനും 6 ചിറകുണ്ടായിരുന്നു. അവർ 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് ദേഹം മറച്ചു, 2 കൊണ്ട് പറന്നു. എന്താ ഇവരിങ്ങനെ ചെയ്യാൻ കാര്യം? എന്തിനാ ഇവർ മുഖം മറച്ചത്? എന്തുകൊണ്ടാണ് ഇവർ ദേഹം മറച്ചത്? എന്തുകൊണ്ടാണ് ഇവർ പറന്നത്? അതിന് കാരണമുണ്ട്. ഈ സറാഫുകൾക്ക് മഹത്വവാനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ, നട്ടുച്ചയ്ക്ക് നമ്മളൊരു സൂര്യനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ
സൂര്യന്മാരെ, കോടാനുകോടി സൂര്യന്മാരെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ സറാഫുകൾക്ക് പോലും കഴിയത്തില്ല. അപ്പോൾ അവർക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വണ്ണം അവര് മുഖം മറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാതെ വണ്ണം അവര് ദേഹം മറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയാതെ അവര് പറക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സറാഫുകൾ സ്വർഗീയ ജീവികളാണ്, ചെറിയ പാട്ടുകളൊന്നുമല്ല. അവരുടെ സംസാരത്തിന്റെ, അവരാർക്കുന്ന ശബ്ദത്തിൽ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി. എത്ര ഇവിടെ നമ്മൾ നോർമൽ വോയിസിൽ പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 20,000 വാട്ട്സ് വെച്ച് 20,000 വാട്ട്സിന്റെ മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉമ്മരപ്പടികളൊക്കെ കിളങ്ങുന്നതൊക്കെ പ്രയാസമായിരിക്കും. And think about these beings, heavenly beings. They're so strong beings. എന്ന് തന്നെയല്ല, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അവരുടെ സംസാരം അത്രയ്ക്കും ശക്തന്മാരായ സറാഫുകൾ. ഈ സറാഫുകൾ അന്യോന്യം പറയുകയാണ്, നോക്ക്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മൾ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇതൊരു ആരാധനയുടെ സീനല്ല. ആരാധനയുടെ സീൻ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ്, ഇല്ലേ? ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ്. കർത്താവേ നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആരാധനയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്. എന്താ പ്രസ്താവന? ഒരുത്തനോട് ഒരുത്തൻ പറയാണ്, നോക്ക് അവൻ എത്ര പരിശുദ്ധൻ. ഈ എബ്രായ ഭാഷയിൽ സൂപ്പർലറ്റീവ്സ് ഉപയോഗിക്കാനായിട്ട് വാസ്തവത്തിൽ വാക്കുകൾ ആവർത്തിക്കുകയാണ്. അല്ലാതെ നമുക്കിപ്പം ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ സാധാരണ പറയുന്നത് നമുക്ക് സൂപ്പർലറ്റീവ്സ് എന്ന് പറയും. ഒരേ വാക്കിന്റെ തന്നെ വ്യത്യസ്തമായ ഉയർന്ന പടികൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എബ്രായ ഭാഷയിൽ അങ്ങനെ വ്യത്യസ്തമായ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത് വാക്കുകൾ ആവർത്തിക്കുകയാണ്. ഗുഡ്, നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഗുഡ് എന്നുള്ളത് ബെറ്റർ എന്ന് പറയണമെങ്കിൽ അവർക്ക് ബെറ്റർ എന്ന് പറഞ്ഞൊരു വാക്കില്ലാത്തതുകൊണ്ട് ഒരു ഗുഡ് എന്ന് പറയുന്നു. ദ ബെസ്റ്റ് എന്ന് പറയണമെങ്കിൽ അവർ പറയുന്നത് ഗുഡ് എന്ന് പറയുന്നു. ഇതുപോലെയാണ് ഹോളി എന്ന് പറയുന്നത്. ഹോളി ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ ഈ ഓരോ സറാഫുകളും മറ്റൊരാളോട് പറയുകയാണ്. ഒരു സറാഫ് മറ്റൊരുത്തോട് പറയും, നോക്ക് ഇവൻ എത്ര പരിശുദ്ധനാണ്, എത്ര പരിശുദ്ധൻ. എന്താ അവർ പറയാൻ കാര്യം? നമുക്കവന്റെ മുഖത്തേക്കൊന്നും നോക്കാൻ കഴിയുന്നില്ലല്ലോ, നമുക്കവന്റെ അടുത്തേക്കൊന്നും അടുക്കാൻ കഴിയുന്നില്ലല്ലോ, നമുക്കവന്റെ സന്നിധി നിൽക്കാൻ കഴിയുന്നില്ലല്ലോ, ഇവൻ എത്ര പരിശുദ്ധൻ എന്ന് ഒരു സറാഫ് മറ്റൊരു സറാഫിനോട് പറയുകയാണ്. അത്രയ്ക്കും വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ യെശയ്യാവ് നിൽക്കുമ്പോൾ അവൻ പറയുന്ന കാര്യം എന്താണ്? വോ അൺടു മീ, ഐ ആം അൺഡൺ. അയ്യോ ഞാൻ നശിച്ചു, എന്റെ കണ്ണ് സൈന്യങ്ങൾ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. അവൻ പറയുന്നത്, അതിന്റെ അർത്ഥം ശരിക്കും ഇതാണ്: ഈ ശക്തന്മാരായ അവരുടെ ആർപ്പ് വിളിയിൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളെ കുലുക്കുവാനും ആലയം പുക കൊണ്ട് നിറയ്ക്കുവാനും ശക്തിയുള്ളതായ ഈ സറാഫുകൾക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവന്റെ സാന്നിധ്യത്തിലേക്ക് അടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സാധാരണ മനുഷ്യനായ ഒരു ഫീബിൾ ബീയിങ് ആയ ഞാൻ ഉണ്ടോന്ന് അവൻ ചോദിക്കുന്നത്. വോ അൺടു മീ, ഐ ആം അൺഡൺ എന്ന് പറഞ്ഞാൽ അവന്റെ പേടി, അവൻ കത്തിക്കരിഞ്ഞു പോയോ എന്ന സംശയം. അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അവന്റെ സംശയം. അവൻ ചോദിക്കും, വോ അൺടു മീ, ഞാൻ നശിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതെയായി പോയിരിക്കുന്നു. ഐ ആം അൺഡൺ, ഞാൻ ഇല്ലാതെയായി പോയിരിക്കുന്നു. അവന്റെ പേടി അതാണ്. എപ്പോഴവൻ അങ്ങനെ തോന്നാൻ കാര്യം? എന്തുകൊണ്ടാണ് അവന് തോന്നാൻ കാര്യം? ദൈവത്തിന്റെ വിശുദ്ധി കണ്ടതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയെ കാണാതെ, ദൈവത്തിന്റെ വിശുദ്ധിയെ അറിയാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകനായ യെശയ്യാവ് മറ്റുള്ള ആളുകളോടെല്ലാം പറഞ്ഞിരുന്ന കാര്യമുണ്ട്. വോ അൺടു യു, നിനക്കയ്യോ കഷ്ടം. ഞാൻ ബെറ്ററാണ്, പക്ഷെ നിനക്കയ്യോ കഷ്ടം. ഇതാ നമ്മളെല്ലാം പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. ഇതാണ് പെന്തിക്കോസുകാരനും പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. എന്ത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്കയ്യോ കഷ്ടം. എന്നാൽ ശരിയായ ഒരു ദൈവദർശനം ഉണ്ടാകുമ്പോൾ, സ്വർഗീയ ദർശനം ഉണ്ടാകുമ്പോൾ, ദൈവത്തിന്റെ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ, അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ, അവന്റെ വിശുദ്ധിയുടെ ഒരു ചെറിയ ദർശനത്തിന്റെ ഒരു സ്പർശനം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. വോ അൺടു മീ, ഐ ആം അൺഡൺ. എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്, ഒരു ദൈവ ദർശനമാണ്, ഒരു ദൈവികമായ ദർശനം. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം, വ്യക്തിപരമായി കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം.
അത് പലപ്പോഴും ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുണ്ടാവുന്നവർക്ക് മാത്രമേ ദൈവത്തെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും അനുഭവിക്കുവാനും കഴിയത്തുള്ളൂ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒരു ട്രഡീഷനായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അവന്റെ വിശുദ്ധി അവരുടെ മനസ്സിലുണ്ടാകത്തില്ല. ഒരു ട്രഡീഷൻ, ഒരു റിലീജിയന്റെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റിലീജിയൻ? എന്താണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലീജിയൻ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം കുറച്ച് റെഗുലേഷൻസ് തന്നിട്ടുണ്ട്, കുറച്ച് നിബന്ധനകൾ തന്നിട്ടുണ്ട്. നിബന്ധനകളെ അനുസരിക്കുക. അതുകൂടാതെ അവർക്ക് കുറച്ച് ആചാരങ്ങളുണ്ട്, ആചാരങ്ങളെ അനുഷ്ഠിക്കുക. പിന്നെ കുറച്ച് പാരമ്പര്യങ്ങളുണ്ട്, ആ പാരമ്പര്യങ്ങൾ പിന്തുടരുക. ഇത്രയുമായാൽ നിങ്ങൾ ഒരു മതത്തിന്റെ ആളായി. ഏത് മതത്തിന്റെയും, ക്രിസ്തീയ മതത്തിന്റെയും ആ അംഗങ്ങളാകാൻ ഇത്രയൊക്കെ മതി. നിബന്ധനകൾ അനുസരിക്കുക. ഒബേ റെഗുലേഷൻസ്, പ്രാക്ടീസ് റിച്വൽസ്, ഫോളോ ട്രഡീഷൻസ്. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതൊക്കെ അനുസരിക്കുക. പിന്നെ സഭ പിന്തുടരുന്നത്, അല്ലെങ്കിൽ സമുദായം പിന്തുടരുന്ന, അല്ലെങ്കിൽ മതം പിന്തുടരുന്നതായ ചില ട്രഡീഷൻസ് ഉണ്ട്, ചില ആചാരങ്ങളുണ്ട്, അത് അനുഷ്ഠിക്കുക. ചില ട്രഡീഷൻസ് ഉണ്ട്, ചില പാരമ്പര്യങ്ങളുണ്ട്, അത് പിന്തുടരുക. മതം വളരെ സന്തുഷ്ടമായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാകുന്നില്ല? വിശുദ്ധനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടാകുന്നില്ല. വിശുദ്ധനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടാകാത്തിടത്തോളം കാലം, അവന്റെ വിശുദ്ധി എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം, അവന്റെ വിശുദ്ധി നമ്മുടെ ലക്ഷ്യമാക്കി മുന്നേറുവാനുള്ള ഒരു അഭിവാഞ്ച നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് പിതാക്കന്മാർക്കെല്ലാം എന്തുണ്ടായിരുന്നു? ഒരു ദൈവ ദർശനം ഉണ്ടായിരുന്നു. They saw God, they saw their God. അവരുടെ ദൈവത്തെ അവർ കണ്ടുമുട്ടി. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ യഥാർത്ഥത്തിൽ അനുഗമിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്തവരൊക്കെ ട്രഡീഷൻസ് ഫോളോ ചെയ്യുകയാണ്. യെശയ്യാവ് പ്രവാചകനായിരുന്നിട്ട് പോലും അവന് ശരിയായിട്ടുള്ളൊരു ദർശനം ഉണ്ടാകുന്നത് 6-ാം അധ്യായത്തിൽ വെച്ചാണ്. അങ്ങനെ ഒരു ദർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ അവന്റെ മഹിമയിൽ, അവന്റെ വിശുദ്ധിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കാഴ്ച ഞാൻ പറഞ്ഞു, ഇതാണ് ദർശനത്തിന്റെ ഒരു പ്രത്യേകത. ദർശനം എന്ന് പറയുന്നത് ദൈവത്തെ കാണുന്നത് മാത്രമല്ല, അവൻ ദൈവത്തിന്റെ വെളിച്ചത്തിൽ അവനെ തന്നെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ പറയുന്നത്, വോൺ ടു മീ ഐ എം അൺഡൺ. അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. പ്രവാചകൻ പറയാണ്, എൻ്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാണെന്ന്. എന്നതിൻ്റെ അർത്ഥം, അവൻ ട്രഡീഷണലായിട്ട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ വാക്കുകളല്ലാത്ത വാക്കുകളും ഒക്കെ അവന്റെ വായിലൂടെ വന്നിട്ടുണ്ട്. പ്രവാചകന് യോജിക്കാത്ത പലതും അവന്റെ വായിലൂടെ വന്നിട്ടുണ്ട്. അവന്റെ സ്വന്തം ഹൃദയത്തിലെ താല്പര്യങ്ങളോ ഇച്ഛകളോ ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അശുദ്ധിയുടെ ഒരു നാവ് ആരാ പറയുന്നത്? വഴിയെ നടക്കുന്ന ആളല്ല, ദൈവത്തിന്റെ പ്രവാചകൻ. Woe unto me, I am undone. I am a man with unclean lips, and I live among people who are with unclean lips. ഞാന് അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതെന്താ ഇവൻ പറയാൻ കാര്യം? ദൈവത്തിന്റെ വിശുദ്ധിയിൽ അവൻ അവനെ കണ്ടപ്പോഴാ. അല്ലെങ്കിൽ അവൻ ഒരിക്കലും പറയത്തില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ കാണുന്നത് ഒന്നുകിൽ നമ്മുടെ വെളിച്ചത്തിലോ മാക്സിമം മറ്റുള്ളവരുടെ വെളിച്ചത്തിലോ ആണ്. എന്നാൽ മറ്റുള്ളവരുടെ വെളിച്ചം മങ്ങിയ വെളിച്ചമായതുകൊണ്ട് ആ വെളിച്ചത്തിൽ, ഇപ്പൊ എൻ്റെ ഈ ഷർട്ടിൽ ഒരു ചെറിയ സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല, ഈ വെട്ടത്തിലും കാണാൻ പറ്റത്തില്ല. എന്നാൽ ഒരു 2000 വാട്ട്സിന്റെ അല്ലെങ്കിൽ വേണ്ട നല്ല ഒരു സ്പോട്ട് ചെയ്യുന്ന ഒരു നല്ല ഒരു വെളിച്ചം എൻ്റെ ഷർട്ടിലോട്ട് നിങ്ങൾ പായിച്ചാൽ ആ വെളിച്ചത്തിൽ എന്ത് കാണാൻ പറ്റും? എൻ്റെ ഷർട്ടിലുള്ള അശുദ്ധിയെ സ്പോട്ട് ഓരോന്നും നിങ്ങൾക്ക് എണ്ണി കാണാൻ പറ്റും. മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ നല്ലവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഐ എം ബെറ്റർ ദാൻ ദാറ്റ് പേഴ്സൺ. ഞാൻ അയാളെക്കാളൊക്കെ ഭേദമാണ്. ഏതാണെങ്കിലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. അവളുടെ വർത്തമാനം കേട്ടില്ലയോ? ഞാൻ അല്പമൊക്കെ കള്ളം പറയുമെങ്കിലും ഏതാണെങ്കിലും അത്രയും വലിയ കള്ളത്തിലൊന്നും ഞാൻ പറയത്തില്ല, ഇല്ലേ? ഞാൻ വല്ലവരുടെയൊക്കെ കുറ്റം പറയുമെങ്കിലും ഇങ്ങനൊന്നും ഞാൻ പറയത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ കാണുന്നത് നമ്മുടെ അയൽക്കാരന്റെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ മാക്സിമം പാസ്റ്ററുടെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ സഭാ നേതാവിന്റെ വെളിച്ചത്തിലാണ്, അല്ലെ അച്ഛന്മാരുടെ വെളിച്ചത്തിൽ, ആരുടെയെങ്കിലും വെളിച്ചത്തിലായിക്കോട്ടെ. ഓൾവേസ് വി സീ അവർസെൽസ് ഇൻ സംബഡി എൽസസ് ലൈറ്റ്, ആൻഡ് ദാറ്റ് ഇസ് എ ഡിം ലൈറ്റ്. അത് വളരെ പ്രകാശം കുറഞ്ഞ പ്രകാശങ്ങളാണ്. ആ പ്രകാശത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങളുടെ അശുദ്ധിയെ തിരിച്ചറിയാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥയും അതായി തന്നെ കാണണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ പ്രകാശത്തിൽ കണ്ടേ പറ്റൂ. ഒരാൾ പറഞ്ഞൊരു വാചകമുണ്ട്, യു ഹാവ് നോട്ട് സീൻ യുവർ സെൽഫ് അണ്ടിൽ യു സീ യുവർ സെൽഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പ്രകാശത്തിൽ നിങ്ങൾ നിങ്ങളെ കാണുന്നത് വരെ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ
നാം ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മളെ കണ്ട് നമ്മളെ തിരിച്ചറിയുമ്പോൾ അപ്പോൾ മാത്രമാണ് അവൻ്റെ വിശുദ്ധിയും നമ്മളുടെ ജീവിതവും തമ്മിൽ, അവൻ്റെ വിശുദ്ധിയും നമ്മുടെ വിശുദ്ധിയും എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അവൻ്റെ വിശുദ്ധിയും നമ്മുടെ ജീവിതവും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് നമ്മളെക്കുറിച്ചുള്ള ഒരു അസംതൃപ്തിയാണ്. നമ്മളെക്കുറിച്ച് നമുക്ക് അസംതൃപ്തി ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ നമ്മളെ കണ്ടേ പറ്റൂ. ഐ യൂസ് ടു കോൾ ഇറ്റ് എ ഹോളി ഡിസ്കണ്ടന്റ്. അതൊരു വിശുദ്ധമായ അസംതൃപ്തിയാണ്. അസംതൃപ്തി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു ഒരു ബാഡ് ഇഫക്റ്റാണ് വരുന്നത്. പക്ഷെ അതല്ല ഇവിടുത്തെ അർത്ഥം. നമുക്ക് ഈ വസ്തുക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള ആളുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് അസംതൃപ്തിയുണ്ട് എപ്പോഴും. എന്താണ് ഈ അസംതൃപ്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എന്നെ കാണുമ്പോൾ ഞാൻ എത്ര അശുദ്ധനാണെന്നുള്ള തിരിച്ചറിവാണ്. ഒരുപക്ഷെ യെശയ്യാവൻ അവൻ്റെ നാവുകളായിരുന്നിരിക്കാം അശുദ്ധമായത്. നമുക്ക് കൈകളായിരിക്കും, കാലുകളായിരിക്കും, ചെവികളായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം തന്നെ, നമ്മുടെ തല, നമ്മളുടെ കണ്ണ്, അശുദ്ധമായ കണ്ണുകളും അശുദ്ധമായ ചെവികളും അശുദ്ധമായ ജീവിതവും. ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്? നാം ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നമ്മളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനുള്ള അഭിവാഞ്ച നമുക്കുണ്ടെങ്കിൽ അവൻ്റെ വിശുദ്ധി എന്താണെന്നുള്ളത് അറിയണം. അവൻ്റെ വിശുദ്ധിയുടെ തിരിച്ചറിവിൽ എൻ്റെ അശുദ്ധി ഞാൻ അറിയണം. അതാണ് ദർശനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെങ്കിലും ഉറങ്ങിയപ്പം ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടുവെച്ച് ഞാൻ ദർശനം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിന് എത്ര വ്യത്യാസം വരുത്തി എന്നുള്ളതാണ് പ്രാധാന്യമർഹിക്കുന്നതായ ചോദ്യം. ഞാൻ ദർശനത്തെ എതിർക്കുകയൊന്നുമല്ല, പക്ഷെ ദർശനം നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ അതൊരു ഫ്യൂട്ടൈലായിട്ടുള്ള വ്യർത്ഥമായ ഒരു ദർശനമാണ്. ആ ഒരു ദർശനം കൊണ്ട് ഒരു കാര്യവുമില്ല. അത് വിളിച്ചു പറയുന്നവനാ ഇവിടെ വലിയ ആള്. പക്ഷെ ജീവിതത്തിന് എന്ത് വ്യത്യാസം ഉണ്ടായി? അത് നിന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചിരിക്കുന്നു? എൻ്റെ ജീവിതത്തെ കാണാനായിട്ട് യഹോവയുടെ ഒരു ദർശനം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തിൽ എന്നെ തന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ദർശനം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധീകരണത്തിനായതുകൊണ്ട് അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം. ദൈവം എന്നെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടി ആയതുകൊണ്ട് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് എൻ്റെ ഓട്ടം. വിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ അശുദ്ധിയെ നമ്മൾ എന്തിനാണ് വിട്ടുകളഞ്ഞത്? അശുദ്ധനായി ജീവിക്കാമായിരുന്നല്ലോ, ഇല്ലേ? എന്തിനു വേണ്ടി നമ്മൾ അശുദ്ധിയെ വിട്ടുകളഞ്ഞു? അശുദ്ധിയെ വിട്ടുകളഞ്ഞെങ്കിൽ വിശുദ്ധിയുടെ പാരമ്യതയിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ അശുദ്ധിയെ വിട്ടുകളഞ്ഞത്, അല്ലാതെ അശുദ്ധി കുറച്ച് കളയാൻ വേണ്ടിയല്ല. ഗാഡ് ഹാസ് കോൾഡ് us ഫോർ ഹോളിനെസ്. ദൈവം നമ്മളെ വിശുദ്ധീകരണത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള വിശുദ്ധി? അയൽക്കാരന്റെ വിശുദ്ധിയല്ല, സഭക്കാർ പറയുന്ന വിശുദ്ധിയല്ല, ഉപദേശത്തിന്റെ വിശുദ്ധിയല്ല, അവന്റെ വിശുദ്ധി. അങ്ങനെ ഒരു വിശുദ്ധന്റെ ജീവിതമാണ് വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമാണോ ഇല്ലയോ എന്നറിയുന്നത് അവൻ എത്ര പേരോട് പ്രസംഗിച്ചെന്നുള്ളതോ, എത്ര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുള്ളതോ, എത്ര കോണ്ടിനെന്റ്സ് പോയെന്നുള്ളതോ, എത്ര സഭകൾ സ്ഥാപിച്ചോ എന്നുള്ളതൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യമാണ്, ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതം വിജയമായിരുന്നോ ഇല്ലയോ എന്നറിയുന്നത് അയാൾ ജീവിച്ചപ്പോൾ അയാൾ ഒരു വിശുദ്ധനായിട്ട് ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. കാര്യം ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധനായി ജീവിക്കുവാനാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ സഭകളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് തന്നെ ഒത്തിരി കാലമായി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ആരോട് എന്തോ പ്രസംഗിച്ചാലും അത് ഏറ്റെടുക്കാനായിട്ട് ആൾക്ക് മനസ്സില്ലാത്ത ഒരു സ്റ്റേജാണ്. സമർപ്പണത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉപദേശിമാരുടെ മീറ്റിംഗ് പ്രസംഗിക്കേണ്ടതാണെന്നാണ് പറയുന്നത്, ഇല്ലേ? ഉപദേശിമാരുടെ മീറ്റിംഗ് പോലും പ്രസംഗിക്കണമെന്നും പറയില്ല, മിഷണറിമാരുടെ മീറ്റിങ്ങിന് പ്രസംഗിക്കേണ്ട ആണെന്നാണ് പറയുന്നത്. കാര്യം ഉപദേശിമാർക്കും ഇപ്പം സമർപ്പണമൊന്നും വലിയ അത്യാവശ്യമില്ലെന്ന് അവർ പറയുന്നത്. അതൊക്കെ കാട്ടയാദിക്കാരുടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് സമർപ്പണം. വിശുദ്ധിയെക്കുറിച്ച് എങ്ങാനും പ്രസംഗിച്ച ഉടനെ നമ്മൾ പറയുന്നതിനെന്നറിയാമോ, ഇയാൾക്ക് എന്നാ പറ്റി, ഇയാൾ വലിയ വിശുദ്ധിയൊക്കെ പ്രസംഗിക്കുന്നത്, ഇയാൾ കണ്ട് കൾട്ട് ഗ്രൂപ്പിലാണെന്നാണ് തോന്നുന്നത്. കാര്യം ഇപ്പം കൾട്ട് ഗ്രൂപ്പുകാരനെ ഉള്ളൂ വിശുദ്ധി പ്രസംഗിക്കുന്നത്. ദൈവസഭയിൽ ഇപ്പം വിശുദ്ധി പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോലുമില്ല. എൻ്റെ പൂർണ്ണമായ വിശ്വാസം, കർത്താവിൻ്റെ വരവ് സമീപസ്ഥമായിരിക്കുന്ന ഈ കാലയളവിൽ ബാക്കിയുള്ള പ്രസംഗങ്ങൾക്കെല്ലാം ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ച് സഭയ്ക്കകത്ത് വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ 24 മണിക്കൂറും കേൾപ്പിക്കണമെന്നാണ്. വിശുദ്ധമായി ജീവിക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അശുദ്ധിയെ വിട്ടുകളഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ. സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ലക്ഷ്യമുണ്ട്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം ഞാൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന യേശു കർത്താവിൻ്റെ ഒരു സ്ഥാനാപതി ആയിരിക്കണം, ഒരു അംബാസഡർ ആയിരിക്കണമെന്നാണ്. എന്നാൽ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭ സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് ആയിരിക്കണമെന്നാണ്.
എൻ്റെ സഭയിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അയാൾ കാണേണ്ടത് എന്താണെന്ന് അറിയാമോ? സ്വർഗം എങ്ങനെ ഇരിക്കുമോ അതിൻ്റെ ഒരു മിനിയേച്ചർ ആയിരിക്കണം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. അല്ലാത്തതൊന്നും വിജയമല്ല. വിജയത്തെക്കുറിച്ച് നമുക്ക് ഇന്നുള്ള സങ്കല്പങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. വിജയം എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം വിശുദ്ധയാണ്. അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഒരു വാക്കല്ല ശരിക്കും പറഞ്ഞാൽ വിജയം എന്ന് പറയുന്നത്. വിജയം എന്ന് പറയുന്നതിനേക്കാൾ വേദപുസ്തകം എപ്പോഴും പ്രിഫർ ചെയ്യുന്നതായ വാക്ക് അനുഗ്രഹം എന്നാണ്, അല്ലെങ്കിൽ വിശ്വസ്തത എന്നാണ്. അനുഗ്രഹം, ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ വാക്ക്, അല്ലാതെ വിജയമല്ല. നമ്മളുടെ ഇന്നത്തെ മെസ്സേജസും അതുപോലെ തന്നെ ക്രൂസൈഡ്സും അതുപോലുള്ള സെമിനാഴ്സും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ചർച്ച് പ്ലാന്റിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ചർച്ച് പ്ലാന്റർ ആകാം. നിങ്ങളുടെ സഭയിൽ 40 പേരേ ഉള്ളോ, എങ്ങനെ അത് 4000 പേരാക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മുടെ സെമിനാർ. ഈ 40 പേര് 4000 പേരായിട്ട് എന്താ വ്യത്യാസം ഈ ആളുകൾക്ക്? വോൺ കാർലോസ് ഓർട്ടിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ പുസ്തകങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ്. അർജന്റീനയിലെ ഒരു പാസ്റ്റർ. അദ്ദേഹം ഒരു ചർച്ചിൽ പാസ്റ്ററായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ 200 പേരെ ആ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവിടെ പോയി പെട്ടെന്ന് തന്നെ ആളുകൾ, അവിടെ സഭ കൂടുതൽ ആളുകളാകാൻ തുടങ്ങി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ 4000 മെമ്പേഴ്സായി. നടന്ന കാര്യമാണ്. അപ്പോൾ 4000 മെമ്പേഴ്സ് ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ ചിന്തിച്ചു, ഞാനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പാസ്റ്ററാണ്. അപ്പോൾ സക്സസ്ഫുൾ പാസ്റ്റർ ആകണമെങ്കിൽ എല്ലാ വിശ്വാസികളെയും ഇങ്ങനെ എന്താണ് തൊട്ട് തലോടിയൊക്കെ നിർത്തണമല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് 1 മിനിറ്റ് പോലും ഉറങ്ങാൻ നേരമില്ല, കിടക്കാൻ നേരമില്ല, പഠിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല. എല്ലാം ആർക്കു വേണ്ടിയാണ്? സഭാവിശ്വാസികൾക്ക് വേണ്ടി ജീവൻ അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. കാര്യം എങ്ങനെങ്കിലും ഇതിനെ കൂടെ നിർത്തണ്ടേ. പിന്നെ ആഴ്ചയിൽ 1 ദിവസം ചർച്ച് കൊയറിന്റെ മീറ്റിംഗ്, ആഴ്ചയിൽ 1 ദിവസം സൺഡേ സ്കൂളിന്റെ മീറ്റിംഗ്, ആഴ്ചയിൽ 1 ദിവസം സഹോദരിമാരുടെ മീറ്റിംഗ്, പിന്നെ ചർച്ചിന്റെ മീറ്റിംഗ്, പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള മീറ്റിംഗ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള മീറ്റിംഗ്, പിന്നെ അതിനിടയ്ക്ക് പോകേണ്ട സ്ഥലങ്ങൾ, വരേണ്ട സ്ഥലങ്ങൾ, പ്രസംഗിക്കേണ്ട സ്ഥലങ്ങൾ, കാര്യങ്ങൾ. He was so busy. ഒരു ദിവസം ഇദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, വോൺ, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് സം ടൈം വിത്ത് യു. എനിക്കൊരു അപ്പോയിൻമെന്റ് തരാമോ? നിന്റെ വിളിച്ചിട്ട് സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം കർത്താവിനെ ചോദിച്ചു, എന്താ കർത്താവേ പറയുന്നത്? ഞാൻ നിന്റെ അല്ലയോ? നീ എന്നോട് സമയം ചോദിക്കുന്നത് ശരിയാണോ? ഓൾ മൈ ടൈം ഈസ് യുവേഴ്സ്, യു ക്യാൻ ടേക്ക് എനി ടൈം യു വോണ്ട്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ സമയം എടുക്കാമല്ലോ, നീ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? കർത്താവ് പറഞ്ഞു, എനിക്ക് കുറച്ച് പ്രൈവറ്റ് ടൈമാണ്, എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, നീ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുറച്ച് സമയം അത് തരാമല്ലോ. അതിനെന്ത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ കർത്താവ്? എപ്പോഴാണ് ഞാൻ ഇരിക്കേണ്ടത്? എത്ര സമയം വേണ്ടേ? കർത്താവ് പറഞ്ഞു, എനിക്ക് 2 ആഴ്ച വേണമെന്ന്. 2 ആഴ്ചയോ? എൻ്റെ ദൈവമേ, 2 ആഴ്ച ഞാൻ സഭയിൽ പോയില്ലെങ്കിൽ സഭ എവിടെ കിടക്കും? കാര്യം ഇദ്ദേഹം 1 ദിവസം മാറിയാൽ തന്നെ സഭയുടെ ഇടപാട് തീരും. അങ്ങനെ കഷ്ടപ്പെട്ട ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? സഭയെ വളർത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവേ, 2 ആഴ്ചയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ? എൻ്റെ സഭക്കാരുടെ കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ. ഞാൻ 2 ആഴ്ച ഇല്ലെങ്കിൽ ഇവരെല്ലാം തളർന്നു പോകും, ഇവരെല്ലാം തകർന്നു പോകും, ഇവരെല്ലാം വിശ്വാസത്തിൽ നിന്ന് പോകും. കർത്താവ് ചോദിച്ചു, അങ്ങനാണോ നീ ഇപ്പൊ സഭ വളർത്തിയിരിക്കുന്നത്? അങ്ങനാണോ നിന്റെ സഭ? കർത്താവേ, ഞാനില്ലാതെ അങ്ങനെ പറ്റുന്നത് കാര്യങ്ങൾ. പിന്നെ കർത്താവ് ചോദിച്ച ചോദ്യം, നീ ഇതിനെ സഭയെന്നല്ലേ വിളിക്കുന്നത്? ഞാൻ പക്ഷെ വിളിക്കുന്നത് വേറൊന്നാ. എന്തോ കർത്താവ് നീ വിളിക്കുന്നത്? ഞാനിതിനെ നേഴ്സറി എന്നാ വിളിക്കുന്നതെന്ന്. അതെന്താ കർത്താവ് അങ്ങനെ പറയുന്നത്? നീ ഇല്ലാതെ ഇത് വരത്തില്ലെന്ന് പറഞ്ഞാൽ ഈ നേഴ്സറിയിൽ പിള്ളേർക്ക് എന്ത് വേണം? സ്പൂൺ ഫീഡ് ചെയ്യണം. എല്ലാം പിള്ളേർക്ക് എന്ത് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. ആയ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലേ പറ്റുള്ളൂ, ഇല്ലേ? വെള്ളം കുടിക്കണമെങ്കിലും, പാല് കുടിക്കണമെങ്കിലും, ഉറങ്ങണമെങ്കിലും, കളിക്കണമെങ്കിലും എല്ലാം ദേ നീഡ് അറ്റൻഷൻ. ഞാനിതിനെ ഒരു നേഴ്സറി എന്നാണ് വിളിക്കുന്നത്. നീ 2 ആഴ്ച പോയാൽ തകർന്നു പോകുന്ന ഇതിനെ പിന്നെ ഞാൻ എന്തോ വിളിക്കേണ്ടത്? ദേ ആർ ഓൾ ഇൻഫൻസ്, ദേ ആർ നോട്ട് ബിലീവേഴ്സ്, ദേ ആർ നോട്ട് ഡിസൈപ്പിൾസ്, ദേ ആർ ഇൻഫൻസ്. അവരെല്ലാം ശിശുക്കൾ. നീ ഈ സഭയിലോട്ട് വന്നപ്പോൾ നിനക്ക് 200 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നിന്റെ ക്രഷിനകത്ത്, നിന്റെ നേഴ്സറിയിൽ, നിന്റെ ബേബി കെയർ സെന്ററിൽ 200 ശിശുക്കളുണ്ടായിരുന്നു. ഇപ്പൊ നിനക്ക് 4000 ശിശുക്കളുണ്ട്. അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് കോൾ ഇറ്റ് എ ചർച്ച്. നമ്മൾ പറയുന്നത് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്ററാണെന്നാണ്, അല്ലേ? പ്രിയമുള്ളവരെ, ആള് കൂടുന്നത് നല്ലതാണെങ്കിലും ഇങ്ങനെ ആള് കൂടുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ആള് കൂടുന്നതിന് എനിക്കെതിരൊന്നുമല്ല. വേദപുസ്തകത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ നമ്പേഴ്സ് എന്നാണ്, സംഖ്യാപുസ്തകം. അതുകൊണ്ട് സംഖ്യ കൂടുന്നതിനകത്ത് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ സംഖ്യ കൂടുന്നത് കൊണ്ട് മാത്രം അത് സക്സസ് ആണെന്ന് ചിന്തിക്കരുത്. ഒരു ബ്ലെസ്സിങ് ആകണമെങ്കിൽ നമ്മൾ ആരൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നോ അവരെ ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുവാനുള്ള വലിയ ബോധ്യത്തോടുകൂടെ അതിനുവേണ്ടിയുള്ള അവർ തനിയെ they need to grow by themselves and they all should become like Jesus. That's the desire of a real pastor, a minister. ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാമോ? അയാൾ മുഖേന വരുന്ന മുഴുവൻ ആളുകളും ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ചർച്ച്.
ചർച്ച് എന്തിനാന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളെ ക്രിസ്തുവാകുന്ന തലയോളം വളർത്താൻ വേണ്ടിയുള്ളതാണ് സഭ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വിശ്വസ്തം അല്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്ററാൽ താങ്ങിപ്പിടിച്ച് നടത്തപ്പെടേണ്ടതായ ഒരു വിശ്വാസ ജീവിതമല്ല. ഒരാഴ്ച പാസ്റ്റർ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ആത്മീയം ചോർന്നു പോകുന്ന വിശ്വാസ ജീവിതമല്ല. അത് നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസിസ്റ്റൻസ് വേണ്ടത്. നമ്മൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങും. എന്നും പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വിശ്വാസി എന്താണെന്നറിയാം? ശിശുവാ. അവൻ വളർന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റു വീടുകളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ വളരുന്നത്, അല്ലേ? കുഞ്ഞുങ്ങളെപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രായമുള്ളവരെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 40 വയസ്സായിട്ട് ഇന്നും പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് മനപ്രയാസമാണെങ്കിൽ എന്തോ എല്ലാത്തിനും ഒരു ചെറിയ വേദന ഉണ്ടെങ്കിൽ പാസ്റ്ററെ ഒരു കൈക്ക് വേദനയാണ്, പ്രാർത്ഥിച്ചോണേ. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കും, പെയിൻ ഗോ അവേ കം അഗൈൻ അനന്തരേ. അന്ന് പ്രാർത്ഥിക്കും, അന്ന് വേദന ഉണ്ടേ, പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വേദനയെല്ലാം പോയി. പക്ഷെ പിറ്റേ ദിവസം വരും, ഇല്ലേ? ഈ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒന്നും എന്താണ് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതമൊന്നും അല്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലെസ്സിങ് എന്ന വാക്കാണ് കൂടുതൽ പ്രസക്തമായ വാക്ക്, അല്ലാതെ ഒരിക്കലും അല്ല വിജയം എന്നുള്ള സക്സസ് എന്നുള്ള വാക്കല്ല. ബിബ്ലിക്കൽ പാറ്റേൺ അനുസരിച്ച് അതിനകത്ത് പക്ഷെ വിജയം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഒരു പക്ഷെ പരാജയമായിരിക്കും. ഞാൻ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാക്യമുണ്ട്. ഒരു വാക്യം ബിബ്ലിക്കൽ വേഴ്സ് അല്ല. The verse says, God has not called me to be successful. He has called me to be faithful. ദൈവം എന്നെ വിജയിക്കാൻ വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തനായിരിക്കാൻ വേണ്ടിയാണ്. വിശ്വസ്തനാകുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലാതെ വിജയിക്കുക എന്നുള്ളതല്ല. നമ്മളൊരു പക്ഷേ കർത്താവ് നമ്മളെ വിളിക്കുന്ന ഏറ്റവും ഒടുവിൽ വിളിക്കുന്ന വിളി എന്തായിരിക്കും? കാര്യവിചാരകന്മാരെ കർത്താവ് വിളിക്കുന്ന സമയത്ത് അവിടെ പറയുന്ന വാക്ക് നല്ലവനും മിടുക്കനുമായ വിജയിയായ ദാസനെ എന്നാണോ വിളിക്കുന്നത്? അല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ആ ഒരു വിളി കേൾക്കാനാണ് നമ്മൾ ഈ ഭൂമി മുഴുവൻ ജീവിക്കേണ്ടത്. നമ്മുടെ മുഴുവൻ ജീവിതവും കഴിഞ്ഞിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും, ഇല്ലേ? 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് പ്രധാനം. വിശ്വസ്തത എന്ന് പറഞ്ഞതാണ്. വിജയം എന്നുള്ളതല്ല, വിശ്വസ്തത എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. It is faithfulness. And if you are faithful, you will be a holy person. ഒരു അശുദ്ധനായിട്ട് എത്ര വലിയ വിജയം ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ്? അതുകൊണ്ടാണ് ക്രിസ്തീയ ലോകത്ത് തന്നെ വിജയിയാകാൻ വേണ്ടി വിശ്വസ്തമല്ലാത്ത വഴികൾ നമ്മൾ നോക്കുന്നത്. കാര്യം വിജയമാണ് വലുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വിജയിയാകാനായിട്ട് എന്തും ചെയ്യാൻ ഇന്ന് ആർക്കും മടിയില്ല, ഇല്ലേ? പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വിജയമല്ല. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവനെ പോലെ വിശുദ്ധരാവുക, അവന്റെ വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയാണ്. ഇറ്റ് ഈസ് നോട്ട് സക്സസ് ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ് ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ്. അതാണ് ശരിയായ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം എന്ന് പറയുന്നത്. വിജയകരമായ ക്രിസ്തീയ ജീവിതം ഒരു ധനിക ജീവിതമായിരിക്കണമെന്നില്ല. നമ്മളിന്ന് കേൾക്കുന്ന ഒത്തിരി സന്ദേശങ്ങളിൽ നമുക്ക് പറ്റിപ്പോകുന്ന പാളിച്ച അതാണ്. Every time we hear a lot of messages that says that if you are a successful Christian, you will be a rich person in this world. Otherwise you are not success. നിങ്ങൾ ഒരു ധനികനായി തീരുന്നില്ലെങ്കിൽ നിങ്ങളൊരു പരാജയമാണെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തീയ ഉപദേശങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ഞാൻ തീർത്ത് പറയട്ടെ, ധനികനാകുന്നതല്ല വിജയം. ധനികനാകുന്നതായിരുന്നു വിജയമെങ്കിൽ ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ വിജയി ആരാണ്? ധനികനാകുന്നതാണ് വിജയമെങ്കിൽ ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ വിജയി ആരാണ്? എന്നാൽ യേശു പറഞ്ഞത്, ലാസർ മരിച്ചു, അവൻ അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു, അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക്. ധനവാനും മരിച്ചു. ധനവാൻ നമ്മളെക്കാളൊക്കെ വളരെ ഭേദപ്പെട്ട ആളാണെന്ന് എൻ്റെ ചിന്ത. കാര്യം ഈ ലാസറിനെ പോലെ ഉള്ള ഒരുത്തനെ അവന്റെ മേശയിൽ നിന്ന് ഭക്ഷണം പറക്കി കഴിക്കാനെങ്കിലും അനുവദിച്ചല്ലോ. നമ്മളാണ് വീട്ടിൽ കയറ്റുമോ? ഈ ലാസറിനെ പോലുള്ള ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വന്ന് എനിക്ക് പിള്ളേർ കഴിച്ച് കളയുന്നത് മതി സാറേ, ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമോ? കിടന്നോളാന്ന് പറയുമോ? പറയത്തില്ല. അവൻ എത്ര നല്ലവനായിരുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചു, നമ്മളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ. പക്ഷേ ഒരു ധനികന്റെ ജീവിതമാണ് വിജയകരമായ ജീവിതം എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല.
അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞ കഥ തിരിച്ച് നമ്മൾ പറയണം. അപ്പോൾ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ധനിക ജീവിതമായിരിക്കണമെന്നില്ല. ധനം എന്നുള്ളത് ദൈവം ആർക്കെങ്കിലും കൊടുത്താൽ അത് വല്ലവർക്കും കൊടുക്കാൻ വേണ്ടി തന്നിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ സൂക്ഷിച്ചു വെക്കാനും തലമുറകൾക്ക് വേണ്ടി ഒരുക്കിക്കൂട്ടി വെക്കാനുമായിട്ടൊന്നും ധനം ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. God gives us resources so that we may be good stewards of it and we are using it for others. മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ദൈവം നമുക്ക് തരുന്ന ഏത് റിസോഴ്സസും. അബ്രഹാമിനെ ദൈവം വിളിച്ചോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? I will bless you so that you shall be a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്തിനെന്നാൽ, ആ വാക്ക് മലയാളത്തിലില്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്തിനെന്നാൽ നീ ഒരു അനുഗ്രഹം ആകേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ വിശുദ്ധരും വിജയികളുമായി തീരുന്നത്. അതാണ് ഒരു ബ്ലസ്സഡ് ലൈഫ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കണ്ണ് മങ്ങിപ്പോകരുത്, നമ്മുടെ ടാർഗറ്റ് നമ്മൾ മാറ്റിപ്പോകരുത്. ഈ ഓട്ടം ധനികനാകാനായിട്ടുള്ള ഒരു ഓട്ടം അല്ല. നീ ഇന്നും കുടിലിൽ കഴിയുന്നത് എന്താ? നിനക്ക് ആത്മീയമില്ലാത്തത് കൊണ്ടും നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടുമാണെന്ന് പറയുമ്പോഴുള്ള സങ്കടമാണ് സഹിക്കാൻ വയ്യാത്തത്. പ്രിയമുള്ളവരെ, വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു ജീവിതമാണ്. വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മറ്റു വഴികൾ തേടാത്തവന്റെ ജീവിതമാണ്. ക്രൂശിന്റെ മാർഗത്തെ ബൈപ്പാസ് ചെയ്യാത്തവനാണ് വിശുദ്ധനായ വ്യക്തി. അവനാണ് അവന്റെ ടാർഗറ്റ്, അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ പോകുന്നത് ക്രൂശിന്റെ വഴിയിൽ തന്നെ ആയിരിക്കും. കാര്യം അവന്റെ നാഥൻ പോയ വഴി മാത്രമേ അവന് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. വിജയകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽഡ് ലൈഫ് ആയിരിക്കണമെന്നും നിർബന്ധമില്ല. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് കുറച്ച് നാളൊക്കെ സുവിശേഷം വരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സെറ്റിൽ ചെയ്യാവുന്ന. അങ്ങനെ ആയിരുന്നെങ്കിൽ അബ്രഹാമിൻ്റേത് ഒരിക്കലും ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ആയിരിക്കണമെന്നില്ല. കാരണം അബ്രഹാം ഒരു സെറ്റിൽ ചെയ്യാത്ത മനുഷ്യനായിരുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലമാണ് ഏത്? കനാൻ നാട്. പക്ഷെ കനാൻ ദേശത്ത് അവൻ താമസിച്ചത്, വാഗ്ദത്ത നാടായ കനാൻ ദേശത്ത് അവൻ താമസിച്ചത് ഒരു അന്യദേശത്ത് എന്നതുപോലെയാണ്. നമ്മളാണെങ്കിൽ അന്യദേശത്ത് വാഗ്ദത്ത നാട്ടിൽ എന്നതുപോലെയാണ് ഇവിടെ കഴിയുന്നത്. അബ്രഹാം നേരെ തിരിച്ചാ ചെയ്തത്. വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ താമസിച്ചു. ഞാൻ ഈ അബ്രഹാമിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാതെയാണ് അബ്രഹാം ഇറങ്ങി പുറപ്പെടുന്നത്. അബ്രഹാം സ്ഥലം കണ്ടിറങ്ങിയ ആളല്ല. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം ഒരിക്കലും അബ്രഹാമിനോട് പറഞ്ഞില്ല ഞാൻ നിനക്ക് കനാൻ ദേശം തരാമെന്ന് പറഞ്ഞില്ല. കനാൻ നാട്ടിലേക്കാ പോകുന്നതെന്നും പറഞ്ഞില്ല. അവൻ എങ്ങോട്ടെന്ന് അറിയാതെയാണ് പുറപ്പെടുന്നത്. കാര്യം അവൻ ദൈവത്തെ മാത്രം കണ്ടിറങ്ങിയവനാണ്. അവന് ദൈവം മാത്രം മതിയായിരുന്നു, അവന് വേറെ ആരും വേണ്ടായിരുന്നു. അവൻ ദൈവത്തെ കണ്ടിറങ്ങി കനാൻ നാട്ടിൽ ചെന്നു. ഞാൻ ചുരുക്കമായി നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവനോട് കർത്താവ് പറയുന്നത് ഈ ദേശം നിനക്ക് നിന്റെ സന്തതികൾക്ക് ഞാൻ തരുമെന്ന് പറയുന്നത്. കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷമാണ്. അവന് വലിയ സന്തോഷമായിപ്പോയി. കാര്യം ഇവർ ബേസിക്കലി നൊമാഡ്സ് ആണ്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അബ്രഹാമിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലെ ട്രൈബൽ ലീഡറിനോട് ദൈവം പറയാണ് ഇനി നീ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട കാര്യമില്ല, നീ ഇവിടെ താമസിച്ചു, ദിസ് ഈസ് യുവർ ലാൻഡ്. അബ്രഹാമിന് വലിയ സന്തോഷം തോന്നി. അങ്ങനെ സന്തോഷം തോന്നിയവനായ ഈ അബ്രഹാം കുറച്ച് കഴിഞ്ഞപ്പോൾ, ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ലൈഫ് ഭയങ്കര വ്യത്യാസമായി. അവന് മക്കളുണ്ടായി, അവന് കൊച്ചുമക്കളുണ്ടായി. മക്കളെയും കൊച്ചുമക്കളെയും കണ്ടിട്ടാണ് അവൻ മരിക്കുന്നത്. പക്ഷേ മക്കളും കൊച്ചുമക്കളുമായ സമയത്ത് അവൻ എന്ത് ചെയ്തുവെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതലാണ്. വിശ്വാസത്തിൽ അബ്രഹാം അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരദേശത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും കൊണ്ട്
ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു വാക്യമാണ്. അബ്രഹാമിന്റെ കാര്യത്തിലും പിതാക്കന്മാരുടെ കാര്യത്തിലൂടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ താഴോട്ട് പറയുന്നത് അവർ വിശ്വാസത്തിൽ മരിച്ചെന്നാണ്. ഇതെന്തൊരു കഷ്ടമാണ്. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവനത് അവകാശമാക്കാൻ കഴിഞ്ഞില്ല. ഇസഹാക്കിനോ യാക്കോബിനോ അത് അവകാശമാക്കാനായിട്ട് കഴിഞ്ഞില്ല. വാഗ്ദത്തം ലഭിച്ചു, പക്ഷെ വാഗ്ദത്തം അവർക്ക് അവകാശമാക്കാൻ കഴിഞ്ഞില്ല. നമ്മളാണെങ്കിൽ അവിശ്വാസത്തിലേ മരിക്കൂ. കാര്യം അതാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അബ്രഹാം വാഗ്ദത്തം കേട്ട് ഇറങ്ങിയവനല്ല, ദൈവത്തെ കണ്ടിറങ്ങിയവനായതുകൊണ്ട് അവന് വാഗ്ദത്തം ഒരു വലിയ വിഷയമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാഞ്ഞപ്പോഴും അവൻ മരിച്ചത് വിശ്വാസത്തിൽ തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലോ വസ്തുവിലോ ഉള്ളതൊന്നും അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുള്ള ആശ്രയമാണ്, ഒരു വ്യക്തിയിലേക്കുള്ള ചായ്വാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ വാഗ്ദത്തം കേട്ടിറങ്ങിയാൽ പോരാ, ദൈവത്തെ കണ്ടിറങ്ങണമെന്ന്. ദൈവത്തെ കണ്ടിറങ്ങാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വിശുദ്ധി ഒരു വിഷയമല്ലാതായി വരുന്നിരിക്കുന്നത്. അവർ വാഗ്ദത്ത ദേശത്ത്, അന്യദേശത്ത് എന്നതുപോലെ പാർത്തു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ അബ്രഹാം എന്ത് ചെയ്യുകയാണ്? ഇസ്ഹാക്കിനെയും യാക്കോബിനെയും വിളിച്ച് മടിയിലിരുത്തി സംസാരിക്കുക. ദൈവം അടിസ്ഥാനമിട്ടിട്ടുള്ള ആ നിത്യമായ ഭവനത്തെക്കുറിച്ചുള്ള ദർശനം തൻ്റെ കൊച്ചുമക്കൾക്ക് അബ്രഹാം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കുന്നു, അബ്രഹാം ഇങ്ങനെയായിരിക്കും പറഞ്ഞത്: കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഇസഹാക്കെ, അല്ലെങ്കിൽ യാക്കോബെ, മോനെ, ഞാൻ ദൈവം പറയുന്നത് കേട്ട് ദൈവം എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങിയതാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, എന്താ നിനക്ക് ഈ ദേശം തരാമെന്ന്. ആദ്യമൊക്കെ എനിക്ക് വലിയ ആവേശമായിരുന്നു. കാര്യം നമ്മളിങ്ങനെ നൊമാഡ്സ് ആയിട്ട് നടന്നതല്ലയോ, ഇങ്ങനെ പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, എടാ ഇവിടെ ആണെങ്കിലും ഇത്ര കാലമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് തന്നെയല്ല. ഈ ദേശം എന്ന് പറയുന്ന അത്ര വലിയ വിഷയമൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു ദർശനം ഉണ്ടാകാൻ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. ദൈവം എന്നെ മറ്റൊരു കാഴ്ച കാണിച്ചു. എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ ഞാൻ എൻ്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട്, മോനെ, എനിക്ക് ഈ നാട്ടിൽ, ഈ കനാൻ നാട്ടിൽ ജീവിക്കണമെന്ന് പോലുമില്ല. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ് നേരെ സോതോമിൽ ചെന്ന് അവിടെ പണിതത് വീടാണ്. അബ്രഹാം കൂടാരത്തിൽ. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അതിഥികളായി ദൂതന്മാരെത്തിയപ്പോൾ അബ്രഹാം അവരെ സ്വീകരിച്ചത് പുറത്തുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്, അല്ലാതെ വീട്ടിനകത്ത് കയറ്റിയല്ല. അവൻ്റെ വീടൊന്നും വലിയ വീടൊന്നുമല്ല, അവൻ കൂടാരത്തിലാണ്. പക്ഷെ ലോത്ത് എവിടെയാണ് സ്വീകരിച്ചത്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ്. കാര്യം അവൻ ആദ്യം ചെയ്ത കാര്യം സോതോമിൽ ചെന്ന് ഒരു വീട് പണിയായിരുന്നു. എന്നാൽ സ്വർഗീയമായ ഒരു ഭവനത്തെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ച അബ്രഹാം കനാൻ നാട്ടിൽ ജീവിച്ച കാലം അത്രയും കൂടാരങ്ങളിൽ മാത്രം പാർത്തുകൊണ്ട് മക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കണ്ടിട്ട് ഇതിനകത്ത് മയങ്ങിപ്പോകരുത്. കാരണം ഇതിനപ്പുറത്ത് ദൈവം നമുക്കൊരുക്കുന്ന, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു പട്ടണമുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് മാഞ്ഞു പോകരുതേ. നമുക്കിവിടെ ഒരു കൂടാരം മതി. ഞാൻ പറയട്ടെ, പ്രിയമുള്ള ബെന്തിക്കോസുകാരെ, ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസമെങ്കിലും മെനക്കെട്ടിട്ടുണ്ടോ? നമ്മളെന്താ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നത്? എന്താ പറയുന്നത്? മോനെ, നീ വളരെ എങ്ങനെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കി നീ എന്തോ ചെയ്യണം? ഒരു വീട് പണിയണം, ഇല്ലേ? ഒരു വീട് പണിയണം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, 15-20 കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് മാക്സിമം ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന വീട്, പിന്നെ അതിൻ്റെ ടാക്സ് കൊടുക്കാൻ പോലും കാശില്ലാതെ വിഷമിക്കുകയും ചെയ്യും. സംബഡി സെഡ് 25 കൊല്ലം വിയർത്ത് പണം ഉണ്ടാക്കും, പിന്നെ വിയർക്കാൻ വേണ്ടി പണം ചെലവഴിക്കും. പിന്നെ വിയർക്കണമെങ്കിൽ നമ്മൾ ഗോൾഫ് ക്ലബിലൊക്കെ പോയി എന്ത് ഗോൾഫ് കളിച്ചെങ്കിൽ നമുക്കൊന്ന് വിയർക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ആദ്യം വിയർത്ത് കാശുണ്ടാക്കും, പിന്നെ വിയർക്കാൻ വേണ്ടി പണം കൊടുക്കും. വേറൊരാൾ പറഞ്ഞത്, ആരോഗ്യം കളഞ്ഞ് കാശുണ്ടാക്കും, പിന്നെ കിട്ടിയ കാശ് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് കൊടുക്കുമെന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ലൈഫ്? എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് നിത്യതയുടെ ഒരു ദർശനമില്ലാത്തത് കൊണ്ടാണ്. അബ്രഹാമിന് നിത്യതയുടെ ഒരു ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് അവന് വാഗ്ദത്തത്തിനപ്പുറത്ത്
ദൈവത്തെ അറിയാനും ദൈവത്തെ കണ്ടെത്തുവാനുമായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സെറ്റിൽഡ് ലൈഫ് ആയിരിക്കണമെന്നില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ധനമുള്ള ഒരു ജീവിതമായിരിക്കണമെന്നില്ല. അടുത്തതായിട്ട്, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗ്ലോറിയസ് എൻഡ് ആയിരിക്കണമെന്നില്ല. മഹത്വപൂർണമായ ഒരു അന്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ദൈവം മഹത്വപൂർണമായ അന്ത്യം നൽകുമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ കൊടുത്തില്ലെന്നിരിക്കും. ഏലിയാവിന് ദൈവം മഹത്വപൂർണമായ ഒരു അന്ത്യം നൽകി. പക്ഷേ യോഹന്നാൻ സ്നാപകനോ? ഏലിയാവിനെ പോലെ എടുക്കപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ യോഹന്നാൻ സ്നാപകനെ പോലെ തലച്ഛേദിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ചരിത്രത്തിലുടനീളം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധന്മാരായ പലരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം ഒരു ഗ്ലോറിയസ് എൻഡ് ആയിരുന്നില്ല. നമ്മളൊക്കെ പറയുന്നത് ആദ്യമൊക്കെ അല്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ബ്രദറെ, പൗലോസ് ഈ കറുത്ത പുസ്തകം എടുത്തിട്ട് അവസാനം വരെ, അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതെന്നറിയാമോ? മോനെ, നീ ഞാൻ ത്രോവാസിൽ മറന്നുപോയ എൻ്റെ ബൈബിളിൻ്റെ ചുരുൾ അവിടെ ഇരിപ്പുണ്ട്, അത് നീ കൊണ്ടുവരണം. പിന്നെ എൻ്റെ ഒരു പഴയ പുതപ്പൂടെ അവിടെ ഉണ്ട്, ഇനി കൊണ്ടുവരണേ. പിന്നെ ഒരു കാര്യം കൂടെ, തണുപ്പാകുന്നതിന് മുമ്പ് ഇങ്ങനെ വരണം, ശീതകാലത്തിന് മുമ്പേ വരാൻ പരിശ്രമിക്കണം. കാര്യം ഈ ജയിലിൽ എനിക്ക് കിടന്നിട്ട് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, പ്രായമായില്ലയോ, ആ പുതപ്പൂടെ എനിക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. വെറുതെ ഉണ്ടായിരുന്നൊരു വ്യക്തിയൊന്നുമല്ല. അന്നത്തെ ഏറ്റവും ധനാഢ്യനായിരുന്ന യഹൂദന്മാരിൽ ഒരാളായിരുന്നു പൗലോസ്. ഒരു ദിവസം പൗലോസിനെ അടിച്ച് കാരാഗ്രഹത്തിലാക്കിയ സമയത്ത് പൗലോസ് അടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് ചോദിച്ചു, റോമാ പൗരന്മാരായ ഞങ്ങളെ വിചാരണ കൂടാതെ അടിക്കുന്നത് ശരിയാണോ? ഈ അടിക്കുന്നവന് റോമാ പൗരത്വം ഇല്ലെന്ന് ആലോചിക്കണം. അവൻ കൂലിക്കാരനാ. അവൻ്റെ കയ്യിൽ നിന്ന് വടി താഴെ വീണു. അവൻ പേടിച്ചു പോയി. കാര്യം ഒരു റോമൻ സിറ്റിസൺ ആയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ തല്ലിയാൽ ആ തല്ലുന്നവൻ റോമൻ നിയമം അനുസരിച്ച് വലിയ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഹി കനോട്ട് ജസ്റ്റ് അവർക്ക് ഒരിക്കലും കോടതിയിൽ മുമ്പിൽ നിൽക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജ്. അവൻ ഓടിച്ചെന്നിട്ട് സീനിയർ ഓഫീസറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആ മനുഷ്യര് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരാ. അയാൾ ഓടി വന്നു, എന്താ നീ പറയുന്നത്? നിനക്ക് റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നോ? ഈ സ്ട്രീറ്റിൽ പ്രസംഗിച്ച് നടക്കുന്ന ഈ അലവലാതി പ്രസംഗിച്ച് നടക്കുന്ന അലവലാദികളായ നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്നോ? റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നോ? ഞാൻ റോമൻ സിറ്റിസൺഷിപ്പ് വാങ്ങിച്ചത് എത്ര രൂപ കൊടുത്തിട്ടാണെന്ന് അറിയാമോ? പൗലോസ് എന്നാ പറഞ്ഞെന്നറിയാമോ? നിനക്കേ കാശ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു, കാര്യം നീ പുതുപ്പണക്കാരനാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വലിയ പൂപ്പന്മാർ തൊട്ട് ധനികരായ ആളുകൾ, ഞാൻ അങ്ങനെ ജനിച്ചതാ മോനെ. നമ്മൾ തന്നെ പറയുമല്ലോ, അടുത്ത സമയത്ത് കാശുണ്ടാകുന്നതോട് നമുക്ക് എന്നാണെങ്കിലും ഒരു പുച്ഛമുണ്ട്, ഇല്ലേ? പൗലോസ് പറയാ, ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു. എൻ്റെ വല്യപ്പൂപ്പന്മാർ തൊട്ട് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. ദേ ആർ വെരി റിച്ച് പീപ്പിൾ. അത്രയ്ക്കും ധനികനായ മനുഷ്യൻ ഏറിയ വർഷങ്ങൾ സുവിശേഷ വേല ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ ചരിത്രം പറയുന്നത് പുതപ്പുമായിട്ട് തിമോത്തിയോസ് മടങ്ങി വരുമ്പോൾ അതിനു മുമ്പ് തന്നെ പൗലോസിൻ്റെ തല ഛേദിക്കപ്പെട്ടിരുന്നതാണ്. അതായത് ആ പഴയ പുതപ്പ് പുതച്ച് കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ആ ജയിലഴികളിൽ തണുത്തു വിറച്ച് കിടന്ന പൗലോസിനെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു ഗ്ലോറിയസ് എൻഡ് ആണെന്ന്? അല്ല, ഒരിക്കലുമല്ല. ഒരു ഗ്ലോറിയസ് എൻഡ് ഒരു പക്ഷേ അങ്ങനെ മരിക്കുന്നതാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഒരു ഗ്ലോറിയസ് എൻഡ് എന്ന് പറയുന്നത് അല്ല വിജയകരമായ ഒരു ജീവിതത്തിൻ്റെ മാനദണ്ഡം. പലപ്പോഴും അതായിരിക്കണം നിർബന്ധമില്ല. ഇനി വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. അവൻ്റെ ഇഷ്ടം. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അതുകൊണ്ടാണ് നമ്മളുടെ ഓട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാനില്ല. എന്താണ് പറയേണ്ടത്? എന്ത്? ഐ നീഡ് ടു ലിവ് എ ഹോളി ലൈഫ്, എ ഹോളി ലിവിങ്, ഒരു വിശുദ്ധമായ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഓട്ടത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 9 അധ്യായം 24 വാക്യത്തിൽ വായിക്കുന്നതായ ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 9 അധ്യായം
അതിൻ്റെ 24 വാക്യത്തിൽ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു എന്നറിയുന്നുവല്ലോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളും ഓട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. അംഗം പൊരുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത്. ഈ ഭാഗം ഞാൻ പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു ഭാഗം മാത്രം ഞാൻ പറയുകയാണ്. ആദ്യത്തേത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ വല്ലോ. ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നുള്ളതല്ല ഇവിടുത്തെ, അതിന്റെ കൺസ്ട്രക്ഷനിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഓട്ടത്തില് ഒറ്റയാളെ വിജയിക്കുന്ന അങ്ങനല്ലല്ലോ പലപ്പോഴും, അല്ലേ? ഒരാൾ മാത്രമൊന്നുമല്ല വിജയിക്കുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഓട്ടക്കളത്തിലാണെങ്കിൽ ഓട്ടക്കളത്തിൽ ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് ഞാനായിരിക്കണം എന്ന വണ്ണം ഓടുവിന്നാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അതിന്റെ അർത്ഥം 100 പേര് ഓടിയിട്ട് ഒരാളെ വിജയിക്കത്തുള്ളെങ്കിൽ ആ വിജയിക്കുന്ന ആൾ ഞാനായിരിക്കണം എന്ന നിലയിൽ വേണം നിങ്ങൾ ഓടാനായിട്ട്. ഹാനോക്ക് സാക്ഷ്യം പ്രാപിച്ചതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആരാ പറഞ്ഞത്? നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു എന്ത്? ഈ വ്യക്തിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവന് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എടാ, നീ അവൻ്റെ അടുത്ത് പോയി അതും ഇതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവനൊന്നും ചെയ്യത്തൊന്നുമില്ല, അവൻ എങ്ങനെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കുന്ന ആളാ. നീ പറയുന്ന കാര്യമൊന്നും അവൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഗ്രാമത്തിൽ നിന്ന്, കൊല്ലാട് നിന്ന് ഒരാളെ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടത്തുള്ളെങ്കിൽ അത് നിങ്ങളായിരിക്കുമെന്ന് നാട്ടുകാർ പറയണം. അതാ സാക്ഷ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്, ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഒരാളെ വിജയിക്കുകയുള്ളൂ എങ്കിൽ അത് നിങ്ങളായിരിക്കണം. പലരുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്ന് പറയരുത്. നോഹയുടെ കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നോഹയുടെ കാലത്തിൽ നോഹ സകല ബാക്കിയുള്ള ആളുകളല്ല, നോഹയുടെ കാലത്തിനുണ്ടാകുന്ന സകല ആളുകളെ നോക്കിയിട്ട് ദൈവം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ എഴുതിയിരിക്കുന്നത്, ഗോഡ് ഗ്രീവ്ഡ് ബിക്കോസ് ഹി ക്രിയേറ്റഡ് മാൻ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം അനുതപിച്ചു. അവൻ പറഞ്ഞു, ഓ ഭയങ്കര കഷ്ടം, ഒരുത്തനല്ലെങ്കിൽ ഒരുത്തൻ രക്ഷപ്പെടത്തില്ലല്ലോ. ദൈവം ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. ദൈവം തന്നോട് തന്നെ പറഞ്ഞു, എന്തിനാ ഇവനെല്ലാം ഉണ്ടാക്കിയത്, എന്തിനാ ഇവനെല്ലാം സൃഷ്ടിച്ചത്, ഒരുത്തനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയാണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യരെയും നോക്കിയിട്ട് ദൈവത്തിന്റെ മുഖം വാടിയപ്പോൾ, ദൈവം കരഞ്ഞപ്പോൾ, നോഹയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നോഹ, യു ബ്രിങ് എ സ്മൈൽ അപ്പോൺ മൈ ഫേസ്. എൻ്റെ മുഖത്ത് നീ ഒരു പുഞ്ചിരി കൊണ്ടുവരുന്നുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയേനെ. എല്ലാവരും ആത്മീയരായിരിക്കുമ്പോൾ ആത്മീയരായിരിക്കുന്നതല്ല ആത്മീയത. എല്ലാവരും അനാത്മികരായിരിക്കുമ്പോൾ അവിടെ ആത്മികനായി. നോഹ തൻ്റെ തലമുറയിൽ ബാക്കി എല്ലാവരും അനീതിയുടെ പിന്നാലെ പോയപ്പോൾ, എല്ലാവരും ആത്മാവില്ലാത്തവരായി തീർന്നപ്പോൾ, എല്ലാവരും ജഡമെന്നതുപോലെ പ്രവർത്തിച്ചപ്പോൾ, നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ദൈവത്തിന് വേണ്ടി കാതു തുറന്നു കൊടുത്തു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനുമായിട്ട് അവൻ ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊടുത്തു. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഓട്ടത്തിൽ നമുക്ക് ദൈവത്തോടുള്ള ഇടപെടൽ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല ഇരിക്കുന്നത്. ഒരാൾ മാത്രമേ ഈ കൊല്ലാട്ടിൽ നിന്ന് പോകത്തുള്ളെങ്കിൽ, ഒരാൾ മാത്രമേ കുറിയന്നൂരിൽ നിന്ന് പോകത്തുള്ളെങ്കിൽ, ഒരാൾ മാത്രമേ കോട്ടയത്ത് നിന്ന് പോകത്തുള്ളെങ്കിൽ, ഒരാൾ മാത്രമേ ന്യൂയോർക്കിൽ നിന്ന് പോകത്തുള്ളെങ്കിൽ അത് ഞാനായിരിക്കും എന്നുള്ള നിലയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം
അതിന്റെ 12-ാം വാക്യത്തിൽ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ 11:12 യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയാണ്, എന്താണ് ബലാത്കാരികൾ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നുള്ള അർത്ഥമല്ല. ഒരു വയലന്റ് ഏണസ്റ്റ്നെസ്, എനിക്ക് വേണം എന്നുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ, അല്ലെങ്കിൽ ദൈവരാജ്യം ആർക്കാ ലഭിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണമെന്നുള്ള അഭിവാഞ്ചിയോടുകൂടെ അവിടെ എഴുതിയിരിക്കുന്നത് എ വയലന്റ് ഏണസ്റ്റ്നെസ്, ബലാത്കാരേണ. നിങ്ങളുടെ ശാരീരിക ബലം ഉപയോഗിച്ചെന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. എന്താണ്? I have a desire, ഒരു വലിയ അഭിവാഞ്ച, somehow I need this, എങ്ങനെയെങ്കിലും എനിക്കിത് വേണമെന്നുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെ സ്വർഗത്തെ ബലാത്കാരം ചെയ്യുന്ന ബലാത്കാരികൾക്ക് മാത്രമേ ദൈവരാജ്യത്തെ പിടിച്ചടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ കിട്ടുന്നെങ്കിൽ പോരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ നോക്കുന്നുണ്ട്, ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ. ഈ ടെലിവിഷനിലും മറ്റേ ഒക്കെ ഉണ്ടല്ലോ, SMS അയച്ച് സമ്മാനം കിട്ടുന്നെന്ന് പറഞ്ഞ പോലെ, കിട്ടുന്നേ കിട്ടട്ടെ, പോയാലൊരു SMS, കിട്ടുന്നെങ്കിൽ ഏതാണ്ടൊക്കെ സമ്മാനം എന്ന് പറയുന്നത് പോലെ അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്, അവന്റെ വിശുദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് ബലാത്കാരേണ പിടിച്ചടക്കേണ്ട ഒരു ജീവിതാനുഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഓട്ടത്തിൽ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതായ എന്റെ ആ കിരീടം, അവിടെ അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ മാരത്തൺ ഓട്ടമൊക്കെ ആളുകൾ ഓടുന്നത്? അന്ന് ഒളിമ്പിക്സിൽ ഒരു വ്യക്തി ഓടി വിജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് തലയിൽ വെക്കുന്ന ഒരു കിരീടം എന്ന് പറയുന്നത് ഒലിവിന്റെ കൊമ്പ് കൊണ്ടുള്ള, ഒലിവില കൊണ്ടുള്ള ഒരു കിരീടമാണ്. ആ ഒരു കിരീടം കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വാടിപ്പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. ഇനി ഒളിമ്പിക്സിന്റെ മെഡൽ കിട്ടിയാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേൺ ഔട്ട് ആകുന്നതാണ്. മേ ബി ഇറ്റ് ഈസ് ഗോൾഡ്, എവറിത്തിങ് ഈസ് ദെയർ, ബട്ട് ഇറ്റ് പെരിഷസ്. പക്ഷേ നമ്മളുടെ ഓട്ടം എന്ന് പറയുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനു വേണ്ടിയുള്ള ഒരു ഓട്ടമല്ല. നിത്യതയിൽ നിലനിൽക്കുന്നതായ, നിത്യതയിലേക്ക് നമുക്ക് പ്രവേശനം നൽകുന്ന, നിത്യതയുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് നൽകുന്ന, ലഭിക്കുന്ന ആ ഒരു കിരീടത്തിന് വേണ്ടിയുള്ള വലിയ ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ ഓട്ടത്തിൽ ചില കാര്യങ്ങളുടെ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഓട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ അവിടുത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത്? 12:1 നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ 1-ാമത്തെ ഭാഗത്തോടെ പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. നമുക്കൊക്കെ ഒരു ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ഓടുന്നതെന്നാണ്. ആ ധാരണ കളയാനുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് ഇവിടെ പറയുന്നത്. എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഈ ഓടാൻ വന്നിരിക്കുന്ന ആളുകൾ പറയാണ്, നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളാണ് ഇത് ആദ്യമായിട്ട് ഓടുന്നതെന്ന്. ഇത് ഓൾറെഡി ഓടിയ ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്താണ്. വാസ്തവത്തിൽ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ റോളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം മുന്നിലുള്ള ഓട്ടത്തെ കണ്ട് പതറിപ്പോകുന്ന നമ്മളുടെ ചില അത്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മുന്നിലുള്ള ഓട്ടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? മാനസികമായിട്ട് പതറിപ്പോകും. നമ്മൾ തന്നെയാണെങ്കിലും ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടതായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെന്ന് പറയുന്നത്, എൻ്റെ ബ്രദറെ, എനിക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ഓടാൻ കഴിയത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യേകിച്ചും അതാ. ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ, ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഞാൻ എങ്ങനെ ഓടുന്നത്, എനിക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ എബ്രായ ലേഖനകാരൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എബ്രായ ലേഖനകാരൻ ഒരു വിഭാവന ചെയ്യുന്നത് ഇതുപോലെ തന്നെ വലിയ ഒരു സ്റ്റേഡിയം. തിങ്ക് അബൌട്ട് എ ബിഗ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ ഓടാൻ നിൽക്കുന്ന ആളുണ്ട്, ഇതിന്റെ കാഴ്ചക്കാരായ അനേക ആളുകളുണ്ട്. ഇല്ല, ഗാലറിയിലെല്ലാം ആളുകൾ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്റെ മുമ്പിലത്തെ ഓട്ടത്തിന്റെ ഹഡിൽസ്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം നമ്മൾ നാളെ പഠിക്കാൻ പോകുന്ന കാര്യമുണ്ട്. ഈ ഓട്ടത്തിൽ ചില തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്മാറ്റുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ സം ട്രബിൾസ് ആൻഡ് ദർ ആർ സം ഹഡിൽസ്.
ചില ഹഡിൽസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഓട്ടത്തിനകത്തൊക്കെ നിങ്ങൾ അറിയാമല്ലോ, ഹഡിൽസ് ഓടുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രാക്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ബാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചില കമ്പുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓടുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ ബാറ് ചാടിക്കടന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് ഓടാൻ വന്ന് നിൽക്കുന്ന പറയാണ്, ഇല്ല എനിക്കിത് ഓടാനായിട്ട് കഴിയത്തില്ല. ഇതുപോലെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കാനായിട്ട് ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവൻ കാണുന്നതെല്ലാം, അവന് മുമ്പിൽ കാണുന്ന എല്ലാം കഷ്ടതയും പ്രയാസവും പ്രതിസന്ധികളും എല്ലാം കൂടി ഇങ്ങനെ കാണുകയാണെന്ന് വെക്കുക. അങ്ങനെ കാണുമ്പോൾ മനസ്സ് തളർന്നിട്ട് അവൻ പറയാ, ഐ എം സോറി, ഞാൻ ഓട്ടത്തിന് പ്രവേശിക്കുന്നതേ ഇല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ. പലപ്പോഴും ആളുകൾ പറയും, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ വലിയ വലിയ കഴിവുള്ള ആളുകളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പറ്റത്തില്ല. ഞാൻ വേറൊരു കൈൻഡ് ഓഫ് ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇടയ്ക്ക് ഇട്ടേച്ച് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, വരാനായിട്ട് എനിക്ക് പ്ലാനില്ല. ഇനി ക്രിസ്തീയ ജീവിതം ആരംഭിച്ചവരാണെങ്കിലും പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയൊന്നും ഓർത്തില്ല, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഈ ഓട്ടത്തിനകത്ത് അർത്ഥമില്ല, ഞാൻ ഓടി തീർക്കത്തില്ല, എന്താണെങ്കിലും ഇനിയുള്ള പ്രതിസന്ധികളൊന്നും എനിക്ക് നേരിടാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഓടാൻ മടിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ എബ്രായനെ ലേഖനകാരൻ വന്നിട്ട് പറയാണ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ അല്ല ഇവിടെ ആദ്യം ഓടിയത്. എന്നിട്ട് അവൻ ഗാലറിയിലേക്ക് ഒന്ന് കൈ വീശിയിട്ട് പറയുകയാണ്, നോക്ക്, ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ നീ കണ്ടോ? യെസ്, അവർക്ക് നിന്റെ ഓട്ടം കാണാൻ വന്നിരിക്കുക, മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഓട്ടം കാണാൻ വന്നിരിക്കുന്നവരൊക്കെ നിനക്ക് മുമ്പേ ഇത് ഓടിത്തീർത്തവരാണ്. യു ആർ നോട്ട് ദ പയനിയർ, നീ അല്ല ഒരു ആദ്യത്തെ വ്യക്തി, ഇവരെല്ലാവരും ഓടിയവരാണ്. അങ്ങനെ ഓടിയ വ്യക്തികളുടെ, അല്ലെങ്കിൽ ഓടിത്തീർത്തതായ വ്യക്തികളുടെ, അതാണ് സാക്ഷികൾ എന്നിവിടെ പറയുന്നത്. ആ ഓടിത്തീർത്ത വ്യക്തികളുടെ ഒരു ചരിത്രമാണ് ശരിക്കും 11-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ 11-ാം അധ്യായത്തിൽ ഈ ആകയാൽ, അതുകൊണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ മുകളിൽ പറഞ്ഞ വാക്യങ്ങളുടെ അല്ലെങ്കിൽ അധ്യായത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പറയുന്നത്. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 11-ാം അധ്യായത്തിൽ പറഞ്ഞവരാണ് ഈ സാക്ഷികൾ എന്നാണ്. 11-ാം അധ്യായത്തിൽ ഓട്ടം ഓടിയതായ വ്യക്തികളെ ആദ്യം തൊട്ട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാ, ഇവരെല്ലാവരും ഓടിയവരാണ്. നിന്നെ എൻകറേജ് ചെയ്യാൻ ഇവരെല്ലാം നോക്കിയിരിക്കുക, നീ ഓടുന്നത് കാണാൻ, നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ, നീ ഓടുമ്പോൾ കൈയടിച്ച് നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ, നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിന്നോട് സാക്ഷ്യം പറയാൻ. അതാണ് സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും കഥ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ ഇതുപോലെയുള്ള ആളുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഈ 11-ാം അധ്യായത്തിന്റെ ഈ ഭാഗം പറയാൻ നമുക്ക് അനേക ദിവസങ്ങൾ വേണ്ടി വരും. എന്നാൽ നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ആ ആളുകളുടെ പേരുകളും അവരുടെ ചില്ലറ കാര്യങ്ങളും പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം അവിടെ പരിചയപ്പെടുത്തുന്ന വ്യക്തി ഹാബേലാണ്. ഹാബേൽ തൊട്ടുള്ള ആളുകൾ എവിടെ നിൽപ്പുണ്ട്? ഈ ഗാലറിയിൽ ഇരിപ്പുണ്ട്, നമ്മളുടെ ഓട്ടം കാണാനായിട്ട് ഇരിപ്പുണ്ട്. ഹാബേലിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അവന്റെ ഭവനത്തിൽ അവന്റെ ആത്മീയത മനസ്സിലാക്കുന്ന ആരുമില്ലായിരുന്നെന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, സ്വന്തം ഭവനത്തിൽ ഹാബേലിന്റെ സ്പിരിച്വാലിറ്റി തിരിച്ചറിഞ്ഞ ആളുകളിൽ, അവന്റെ സ്വന്തം സഹോദരനോ സ്വന്തം പിതാവിനോ സ്വന്തം മാതാവിനോ അവന്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ എന്തുവാ കാണിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യം വരും. നിങ്ങൾ ശരിയായിട്ടാണ് ആരാധന കഴിക്കുന്നതെങ്കിൽ, ശരിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ശരിയായ വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നേറുന്നതെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് പോലും നിങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നുള്ളത് പോട്ടെ, സ്വന്തം ഭവനത്തിൽ ഞാൻ 34 വർഷം മുമ്പ് 34 വർഷമാണ് രക്ഷിക്കപ്പെടുന്നത്. 34 വർഷം മുമ്പ് 35 വർഷമാകുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത ഇതാണ്, എൻ്റെ ഭവനത്തിൽ ആർക്കും എൻ്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ ആദ്യം ഇതുപോലൊരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് ചോദിച്ചു. എനിക്കതൊന്നും മനസ്സിലായില്ല, അവർ പറഞ്ഞ ഒന്നും. അവരോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണല്ലോ, എനിക്കങ്ങനെ സന്തോഷമൊന്നും പറ്റുന്നില്ല. ഞാൻ ആ ഫസ്റ്റ് മീറ്റിങ്ങിന് പോയിരുന്നു കഴിഞ്ഞപ്പം എനിക്കറിയാവുന്നവരൊക്കെ ഇരിക്കുന്നു, പക്ഷെ അവരൊക്കെ ആത്മാവിൽ ഇങ്ങനെ ആനന്ദിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഐ തോട്ട് ഐ എം ഒരു ഏലിയൻ ആണെന്നുള്ള ഒരു തോന്നൽ എനിക്ക്. ഞാൻ അവിടെ ഇരിക്കേണ്ട ആളല്ല, ഞാൻ മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നി. അവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ വിശുദ്ധന്മാരായ ആളുകളും ഞാനൊരു പാപിയായ വ്യക്തിയാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് ഞാൻ പുറത്തു പോയി. അവിടുത്തെ മീറ്റിങ്ങിനകത്തിരിക്കാൻ കഴിയാതെ ഐ വെന്റ് ഔട്ട്സൈഡ് ആൻഡ് ക്രൈഡ്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്, പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതായിരുന്നു എൻ്റെ അനുതാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ പുറത്തു പോയി കരയായിരുന്നു. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഹൗ ക്യാൻ യു എൻജോയ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ്? ഇങ്ങനെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ആഹ്ലാദത്തോടെയും ആഘോഷത്തോടെയും ജീവിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവരെന്നെ പറഞ്ഞു, അവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളും മറ്റും കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. സാജി പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളാണല്ലോ, വൈ ഡോണ്ട് യു റീഡ് ബൈബിൾ വിത്ത് ദാറ്റ് സീൽ? അങ്ങനെയുള്ള ഒരു ആവേശത്തോടെ വേദവസം ഒന്ന് വായിച്ചാൽ എന്താ? ഞാനൊരു ചാലഞ്ചായിട്ട് എടുത്തു. 2.5-3 മാസത്തിനകം ഞാൻ ബൈബിൾ കംപ്ലീറ്റ് വായിച്ചു. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പേടി 13 വയസ്സുള്ള ഒരു പയ്യൻ രാത്രിയും പകലും വേദോസം വായിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരുന്നാൽ വീട്ടുകാരുടെ ചിന്ത എന്തായിരിക്കും? ഇവന് ഭ്രാന്ത് പിടിച്ചെന്നേ പറയത്തുള്ളൂ. എൻ്റെ വീട്ടിൽ അത്രേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തത്, റൂം അടച്ചിട്ടാണ് വായിക്കുന്നത്. അമ്മയോ വല്ലതും പാലും കൊണ്ട് വരുന്ന സമയത്ത്, എടാ പാലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബൈബിൾ എടുത്ത് മാറ്റി വെച്ചിട്ട് മാസി എടുത്ത് മുന്നേ വെക്കുമായിരുന്നു. ഇന്ന് പിള്ളേർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. കാര്യം എൻ്റെ സ്പിരിച്വാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആത്മീയത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു ജീവിതം നടക്കത്തില്ല, ഇങ്ങനെ ഒരു ഓട്ടം ഓടാൻ കഴിയത്തില്ല. ദൈവമേ, ഇതെങ്ങനെ ഓടുന്നത്? എൻ്റെ സ്വന്തം വീട്ടുകാർ പോലും എന്നെ തള്ളിക്കളയുകയാണല്ലോ. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഈ ഓട്ടം ഓടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരും, ഹാബേൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ തോളെ തട്ടിട്ട് പറയും, മോനെ, നിന്റെ ആത്മീയത അവർക്ക് മനസ്സിലാകുന്നില്ലെന്നല്ല ഉള്ളോ? എൻ്റെ ആത്മീയത എൻ്റെ സ്വന്തം സഹോദരൻ മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല, എന്നെ നശിപ്പിക്കുവാനും കൊല്ലുവാനും അവൻ തയ്യാറായി. പക്ഷേ ഞാൻ ഈ ഓട്ടം ഓടി തീർത്തു. നിനക്കും തീർച്ചയായും ഈ ഓട്ടം ഓടാൻ കഴിയും. എനിക്ക് അത് കഴിഞ്ഞെങ്കിൽ നിനക്കും കഴിയും. ഞാൻ ഈ ഓട്ടം ഓടി തീർത്തവനാ എന്ന് ഹാബേൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഉത്തരവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓട്ടത്തിൽ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹമാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും ഈ ഓട്ടം ഓടാൻ നമുക്ക് ശക്തിയില്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ തളർന്നിരിക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഹാനോക്കിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവന്റെ തലമുറയിൽ പെട്ട എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നവൻ. അവന്റെ തലമുറയിൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ലാമക്, കയീന്റെ തലമുറയിലെ ലാമക്. ലാമക്കും ഹാനോക്കും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തിക്കഴിഞ്ഞാൽ ലാമക്ക് ശരിക്കും ഹാനോക്കിനെ വിഷമിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതവിടെ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിലും ആദാം മുതൽ 7-ാമനാണ് ഹാനോക്ക്. ആദാം മുതൽ കയീന്റെ വംശപരമ്പരയിലെ 7-ാമനാണ് ലാമക്ക്. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ ഭക്തികെട്ട എല്ലാ മനുഷ്യർക്കും അവർ തൻ്റെ നേരെ പറഞ്ഞ സകല ദൂഷണങ്ങൾക്ക് പകരമായും ന്യായം വിധിക്കുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു വാക്യം. എന്താ അതിൻ്റെ അർത്ഥം? ഹാനോക്കിനെ പോലെ വിശുദ്ധനായിട്ട് ജീവിച്ചിട്ടും അവൻ്റെ നേരെ നിഷ്ഠൂരമായ വാക്കുകൾ ഉപയോഗിക്കാൻ അവൻ്റെ തലമുറയിലെ ആളുകൾ തയ്യാറായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? പ്രിയമുള്ളവരെ, വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ചില്ലറ ശകാരങ്ങൾ നമ്മളുടെ മനസ്സ് മടുപ്പിക്കുമ്പോൾ ഹാനോക്ക് ഇറങ്ങി വന്നിട്ട് പറയും, മോനെ, നീ കേൾക്കുന്ന വാക്കുകളെക്കാൾ എത്രയോ നിഷ്ഠൂരമായ വാക്കുകൾ
വിശുദ്ധിയോടെ ദൈവത്തോടു കൂടെ നടന്നിട്ട് ഞാൻ കേട്ടെന്ന് നിനക്കറിയാമോ? പക്ഷേ ഞാൻ തളർന്നില്ല, ഞാൻ ഈ ഓട്ടം ഓടിത്തീർത്തു എന്നവൻ എൻ്റെ അടുത്ത് വന്ന് പറയും. അതാണ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നോഹ, ഞാൻ പറഞ്ഞല്ലോ, നോഹയുടെ തലമുറയിൽ എല്ലാവരും അനാത്മികരായിരുന്നിട്ടും നോഹ മാത്രം ആത്മീയം സൂക്ഷിച്ചു. അവൻ്റെ ജീവിതത്തിൽ എത്രയോ പരിഹാസം അവനും അവൻ്റെ കുടുംബക്കാരും സഹിച്ചു കാണുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നോഹയുടെ മക്കളെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പരിഹാസം സഹിച്ചത്. നമ്മളുടെ നമ്മുടെ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജിൽ ചെല്ലുന്ന സമയത്ത് സാധാരണ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ചോദിക്കും, നിന്റെ അപ്പൻ എന്നാടാ പണി? വാട്ട് ഈസ് യുവർ ഫാദർ, വാട്ട് ഹീസ് ഡൂയിങ്? ഉടനെ നോഹയുടെ പിള്ളേർ പറയും, എല്ലാവരും മറ്റുള്ളവർ പറയും, ഞങ്ങളുടെ അപ്പൻ പശുവിനെ വളർത്തുക, ഞങ്ങളുടെ അപ്പൻ കൃഷി ചെയ്യുക, ഞങ്ങളുടെ അപ്പൻ കച്ചവടം ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോഹയുടെ പിള്ളേരോട് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, ഞങ്ങളുടെ അപ്പനൊരു കപ്പൽ പണിയുക. കപ്പലോ? എന്തിന്? നീ എവിടെ താമസിക്കുന്നത്? ഞങ്ങൾ ഈ മലയുടെ മുകളിൽ എന്തിനാണ് കപ്പൽ പണിയുന്നത്? ഉടനെ പറഞ്ഞ്, ഞങ്ങളുടെ അപ്പൻ പറയുന്നത് ഇവിടെ പണിയാനാ ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞു, അതിനവിടെ പണിയാൻ പറഞ്ഞ്. എടാ, കപ്പൽ പണിയാണെങ്കിൽ തന്നെ എവിടെ പണിയണം? കടലിൻ്റെ അടുത്തല്ലേ പോയി പണിയണ്ടേ? എന്ന് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ അപ്പൻ പറയുന്നത് കപ്പൽ പണിത് കഴിയുമ്പോഴത്തേക്ക് കടൽ ഇങ്ങോട്ട് വന്നോളുമെന്നാ. അതങ്ങനെ അങ്ങനെ പറഞ്ഞ്, അങ്ങനെ ദൈവം പറഞ്ഞ്. ഓ, ദൈവം പറഞ്ഞതോ? കഷ്ടമുണ്ട് ഈ പിള്ളേരുടെ കാര്യം. നല്ല പിള്ളേരാ, പക്ഷെ അപ്പൻ വട്ട് പിടിച്ച് പോയല്ലോ, എന്തോ ചെയ്യാനാ? ഇല്ലേ? എന്തുമാത്രം ദുരന്തങ്ങളാ ആ പിള്ളേർ അനുഭവിച്ച് കാണും. പക്ഷെ ആ പിള്ളേരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്നറിയാമോ? ഇതെല്ലാം പറയുമ്പോഴും അവരുടെ മനസ്സിലൊരു ബോധ്യം അപ്പനെക്കുറിച്ചുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അപ്പൻ ദൈവത്തോട് സംസാരിക്കുന്ന അപ്പനാ. നമ്മുടെ പിള്ളേർക്ക് നമ്മളെക്കുറിച്ച് ആ ഒരു ബോധ്യമുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. എൻ്റെ പിള്ളേർ ഒരു കാര്യം എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടെന്നറിയാമോ? മൈ ഫാദർ ഈസ് ഡിഫറെൻറ്റ്, ഹീ ഹിയേഴ്സ് ഫ്രം ദ ലോർഡ്. എൻ്റെ അപ്പൻ വ്യത്യസ്തനാണ്, അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നുണ്ട്, ഐ ബിലീവ് ഇറ്റ് എന്ന് എൻ്റെ കുഞ്ഞ് പറയുന്നത് കേൾക്കുന്നതാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതാണ് നോഹയുടെ സാക്ഷ്യം. സമൂഹത്തിലെ മുഴുവൻ ആളുകളും അവനെ ഒറ്റപ്പെടുത്തിയപ്പോഴും പരിഹസിച്ചപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ, അതിനെക്കുറിച്ച് ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വി വോണ്ട് ടു എക്സ്പ്ലെയിൻ ദിസ്. ഇത് വിശദീകരിക്കണമെങ്കിൽ വി നീഡ് ഡേയ്സ് ആൻഡ് ഡേയ്സ്. ഒത്തിരി ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും. എന്നാൽ അന്ന് വരെ കാണാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചപ്പോൾ ഒരു ചോദ്യം പോലും തിരിച്ചു ചോദിക്കാതെ യെസ് ലോർഡ് എന്ന് പറഞ്ഞവനാണ് നോഹ. അവൻ ആ ഗാലറിയിൽ ഇരിപ്പുണ്ട്. ഏതെങ്കിലും കാര്യം ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ, ഓ, അത് നടക്കുമോ, അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് സംശയം തോന്നി എൻ്റെ ഓട്ടക്കളത്തിൽ ഞാനൊന്ന് പരുങ്ങി നിൽക്കുമ്പോൾ നോഹ എന്നോട് പറയും, മോനെ, ലോകത്തിൽ ഒരു മനുഷ്യന് ഒരിക്കലും മഴ കണ്ടിട്ടില്ലാത്ത സമയത്ത്, ഒരിക്കലും കാർമേഘം ഉരുണ്ടുകൂടിയിട്ടില്ലാത്ത സമയത്ത്, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ വെള്ളത്തെ അയച്ച് ഭൂലോകത്തെ മുക്കിക്കളയുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഒരു സംശയവും കൂടാതെ വിശ്വസിച്ചവനാ ഞാൻ എന്ന് നോഹ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, ഹി ഈസ് എൻകറേജിങ് മീ ടു റൺ മൈ റേസ് ഇൻ എ ഫെയ്ത്ത്ഫുൾ വേ. വിശ്വസ്തയോടുകൂടെ ഓട്ടമോടുവാൻ അവൻ എന്നെ ശക്തീകരിക്കാനായിട്ട്, എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്ന സാക്ഷിയാണ്. അബ്രഹാമിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, എന്താണ്, വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ പാർത്ത അബ്രഹാം വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാൻ ചിലപ്പോൾ എൻ്റെ ഓട്ടക്കളത്തിൽ ഞാൻ ഒരുപക്ഷെ എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടും ഒടുവിൽ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ, അതല്ലെങ്കിൽ എനിക്ക് വീട് പണിയാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, ഒത്തിരി പ്രതിസന്ധികൾ വരുമ്പോൾ അബ്രഹാം ഈ ഗാലറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും, സി, ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിയത്, ഞാൻ അവസാനം വരെയും കൂടാരങ്ങളിൽ പാർത്തവനാ. നിനക്കൊരു വീടില്ലെന്നുള്ള പ്രയാസമൊന്നും നിനക്ക് ആവശ്യമില്ല. സി, ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ, അല്ലെങ്കിൽ ഈ ഓട്ടത്തിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും പരാജയപ്പെടാതെ എൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും യോജിക്കുന്നവരായ സാക്ഷികളെ ഈ ഗാലറിയിൽ അണിനിരത്തിയിട്ടാണ് ദൈവം എന്നോട് ഓടാൻ പറയുന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ കാര്യം എടുക്കുക, ഇസഹാക്കിന്റെ കാര്യം എടുക്കുക. ഐ ആം സോ സോറി, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. ഇസഹാക്കിന്റെ കാര്യം എടുക്കുക, യാക്കോബിന്റെ കാര്യം എടുക്കുക. ഞാൻ എപ്പോഴും യാക്കോബിനെ കുറിച്ച് ഒത്തിരി പറയുമ്പോഴൊക്കെ നമ്മൾ യാക്കോബിന്റെ ഒത്തിരി ദോഷങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും
എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു എന്ന് പറയുന്നൊരു വാക്ക്. ഒരിക്കലും നമുക്ക് യോജിക്കാത്ത ഒരു ബോഡി പോസ്റ്ററാണ്. വടിയുടെ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക, മുട്ടുമടക്കി മുട്ടുകുത്തി നമസ്കരിക്കുക, തല ഉയർത്തിപ്പിടിച്ച് നമസ്കരിക്കുക, കൈ ഉയർത്തി നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമസ്കരിക്കുക എന്നുള്ള വാക്കല്ല, വർഷിപ്പ്. പക്ഷെ യാക്കോബ് എപ്പോഴും നമസ്കരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്. യുനോ വായ്? എന്താ കാര്യം? യാക്കോബിന്റെ വടിക്കാൻ എത്ര വലിയ പ്രത്യേകത. മോശയുടെ വടിക്കാണെങ്കിൽ പിന്നെ നമുക്ക് ചില പ്രത്യേകതയൊക്കെ തോന്നും. യാക്കോബിന്റെ വടിയുടെ പ്രത്യേകത എന്നറിയാമോ? യാക്കോബിന്റെ വടി അവന് വേണ്ടി വന്നത് അവന്റെ സകല ശക്തിയും ചോർന്നു പോയതിന് ശേഷമാണ്. ഓട്ടത്തിൽ വളരെ മിടുക്കനായിരുന്ന യാക്കോബിനെ ദൈവത്തിന് പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പിടിച്ചടക്കി അവന്റെ തുടയുടെ തടം തൊട്ട് കാലിന് ഉളുക്ക് നൽകി അവന് ദൈവം കൊടുത്തതാ വടി. അതിനുശേഷം എന്നും അവൻ ഈ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് പറയും, എൻ്റെ ദൈവമേ, നീ എൻ്റെ കാല് ഉളുക്കാനുള്ള നിലയിൽ എന്നെ തകർത്തില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ എൻ്റെ വഴിയെ ഓടിയേനെ. കർത്താവേ നന്ദി, എൻ്റെ കാല് നീ ഉളുക്കി തന്നല്ലോ, അതിനായിട്ട് എന്നെ തകർത്തത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞവൻ എന്നും നമസ്കരിക്കും. ബാക്കിയുള്ളവരൊക്കെ എല്ലാം ദൈവം നന്നായി ചെയ്തതിന് ദൈവത്തെ നമസ്കരിക്കുമ്പോൾ യാക്കോബ് മാത്രം അവനെ തകർത്തതിന് വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാക്കോബ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകുന്ന തകർച്ചകൾ, ദൈവം എന്നെ തകർത്ത് കളയുമ്പോൾ, ദൈവം എന്നെ എൻ്റെ കാല് ഉളുക്കിക്കുമ്പോൾ, ദൈവം എൻ്റെ ജീവിതത്തിന് പ്രതിസന്ധി തരുമ്പോൾ, ദൈവം അത് ചെയ്യുമ്പോൾ, ശത്രു ഒന്നും അല്ല. ആര്? എല്ലാം ശത്രു ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഇതാരാ ചെയ്തത്? ദൈവം അവൻ്റെ തുടയുടെ തടം തൊട്ട് അവൻ്റെ കാലുളുക്കിപ്പോയി. അതുകൊണ്ടാ അവൻ സ്വയാശ്രയിയായിരുന്ന യാക്കോബ് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വടിയെടുക്കുമ്പോഴെല്ലാം അവൻ പറയും, കർത്താവേ നന്ദി, കർത്താവേ എന്നെ തകർത്തതിന് നന്ദി. അതുകൊണ്ടാ ഞാൻ ഇന്ന് നിന്റെ സന്നിധിയിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിയെ ഓടിയേനെ. പ്രിയമുള്ളവരെ, നമ്മുടെ വഴിയെ ഓടുന്ന സമയത്ത് ദൈവം നമ്മളെ തകർത്ത് കളഞ്ഞാൽ, കർത്താവേ നീ എന്നെ എന്തിനാ തകർത്തതെന്ന് ചോദിച്ച് ഓട്ടം നിർത്താനല്ല, അങ്ങനെ ഓട്ടം നിർത്താനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ യാക്കോബ് ഇറങ്ങി വന്നിട്ട് പറയും, മോനെ നിന്റെ ബ്ലെസ്സിങ് അതാ. ദൈവം നിനക്ക് നൽകിയ തകർച്ചയാണ് നിന്റെ അനുഗ്രഹം, അല്ലാതെ ദൈവം നിനക്ക് നൽകിയ വീടും കാറും ഒന്നുമല്ല. ദൈവം നിനക്ക് നൽകിയ തകർച്ചയാണ്. അതെനിക്ക് മനസ്സിലാകണമെങ്കിൽ അതിനൊരു സാക്ഷി എനിക്ക് ചരിത്രത്തിൽ നിന്ന് വേണം. അതിനുവേണ്ടിയാണ് യാക്കോബിനെ ഈ ഗാലറിയിൽ ദൈവം കൊണ്ടിരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോസഫിനെ ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ ടെംപ്റ്റേഷൻസിൻ്റെ സാഹചര്യങ്ങളിൽ എല്ലാം ആരും കാണുന്നില്ലെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് വേണമെങ്കിൽ എനിക്ക്, അല്ലേ, യോസഫിന് വേണമെങ്കിൽ പറയാമായിരുന്നു, സി ഐ ആം എ സ്ലേവ്, ഞാനൊരു അടിമയല്ലേ, ഐ ആം സപ്പോസ് ടു ഒബേ മൈ മിസ്ട്രസ്, എൻ്റെ യജമാനത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ ചിന്തിക്കാമായിരുന്ന സാഹചര്യത്തിൽ യോസഫ് എന്ത് ചെയ്തു? അതിനെല്ലാം കളഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ്, എൻ്റെ ടെംപ്റ്റേഷൻസിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് എന്താണ് ഈ ഓട്ടം, എനിക്ക് ഈ ടെംപ്റ്റേഷൻസിനെ ഒന്നും മറികടക്കാൻ എനിക്ക് കഴിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ടെംപ്റ്റേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കർത്താവ് ഈ ഓട്ടം ഓടുന്നതെന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഒരു സാക്ഷിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടും, യോസഫിനെ നീ എന്ന് പറയടാ, നീ എങ്ങനെ ഇതിനകത്തൊന്ന് രക്ഷപ്പെട്ടെന്ന്. എൻ്റെ ഓട്ടം ഓടാൻ എന്നെ സഹായിക്കുന്ന അടുത്ത സാക്ഷി ഇറങ്ങി വരികയാണ്. യോസഫിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. യോസഫിനെ കുറിച്ച്, യോസഫിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല, അവിടെ വെച്ച് ഓടിപ്പോയത് മാത്രമൊന്നുമല്ല, അതൊരു സിമ്പിൾ കാര്യം. പക്ഷേ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി പറയുന്നത് അവൻ തൻ്റെ അസ്ഥികളെക്കുറിച്ച് തൻ്റെ സഹോദരന്മാർക്ക് കൽപ്പന കൊടുത്തെന്നാണ്. നമ്മൾ പുറപ്പാട് അവസാനം വായിക്കുമ്പോൾ അവൻ സഹോദരന്മാരെല്ലാം വിളിച്ചിട്ട് പറയുന്നു, ഞാൻ മരിക്കാറായി, ഞാൻ മരിച്ചാൽ എന്നെ ഇവിടെ ആയിരിക്കും അടക്കുന്നത്, അതേ പറ്റുള്ളൂ. പക്ഷേ എനിക്കൊരിക്കലും ഇവിടെ എൻ്റെ അസ്ഥികളെ ഇടാൻ താല്പര്യമില്ല.
ഞാൻ മിസ്രയീമിൽ രണ്ടാമനായി വാണവനാണെങ്കിലും എൻ്റെ മനസ്സിലൊരിക്കലും ഈജിപ്റ്റ് കയറിയിട്ടില്ല, മിസ്രയീം കയറിയിട്ടില്ല. ഞാൻ എന്നും എൻ്റെ ഒരു വാഗ്ദത്ത ദേശത്തിന് വേണ്ടി എൻ്റെ ഹൃദയം വാഞ്ചിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിവിടെ മരിച്ചടക്കപ്പെട്ടാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും, അതിനെനിക്ക് യാതൊരു സംശയമില്ല. ദൈവം നിങ്ങളെ സന്ദർശിച്ച് നിങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യണേ. എന്താ? എൻ്റെ അസ്ഥികളെ കൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. എന്താ അവൻ പറയുന്നറിയാമോ? ഈ മിസ്രയീമിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നെങ്കിലും ഈ മിസ്രയീമിന് വേണ്ടി എൻ്റെ ഒരു അസ്ഥിക്കഷണം പോലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്നാ. അതാ വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഈ ലോകത്തിന് എൻ്റെ അസ്ഥിക്കഷണം പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത നിലയിൽ സിയോനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഓട്ടമോടുന്നവൻ. യോസഫ് ഇറങ്ങി വരും, മോശ ഇറങ്ങി വരും, ഒത്തിരി കാര്യങ്ങൾ വീണ്ടും എനിക്ക് പറയാനുണ്ട്. എന്നാൽ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹത്തെ എൻ്റെ ചുറ്റും ഗാലറിയിൽ നിർത്തിയിട്ടാണ് ദൈവം എന്നോട് പറയുന്നത് ഓടാൻ. എൻ്റെ ഓട്ടത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് സമാനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും വിശ്വസ്തയോടുകൂടെ ഓടി ഓട്ടം തീർത്ത് ബിരുദ പ്രാപിച്ചവനായ ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി സാക്ഷിയായി ഗാലറിയിൽ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, എനിക്ക് ഈ ഓട്ടം ഓടാൻ കഴിയത്തില്ല, ഐ എം സോ സോറി, ദിസ് ഇസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ, എനിക്ക് പറ്റുന്നതല്ല എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ, ഒരു വ്യക്തിക്കും പറയാൻ കഴിയാത്ത നിലയിൽ എല്ലാ പഴുതുകളെയും അടച്ച് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം എനിക്ക് വേണ്ടി മുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളത്തിൽ വിജയിയാകുന്നത് നമ്മൾ ധനികരാകുന്നത് കൊണ്ടല്ല. ഈ ഓട്ടക്കളത്തിൽ വിജയിയാകുന്നത് നമ്മൾ ഒരു സെറ്റിൽഡ് ലൈഫ് പ്രാപിക്കുന്നത് കൊണ്ടല്ല. ഈ ഓട്ടക്കളത്തിൽ നമ്മൾ വിജയിയാകുന്നത് ഒരു ഗ്ലോറിയസ് എൻഡ് ഉണ്ടാകുന്നത് കൊണ്ടല്ല. ഈ ഓട്ടക്കളത്തിൽ നമ്മൾ വിജയിയാകുന്നത് വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയിൽ ഈ ഓട്ടം ഓടുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? നമ്മെ ഓടാൻ വിട്ടിട്ട് ദൈവം മാറി നിൽക്കുകയല്ല. കർത്താവ് നമ്മളോട് പറയുന്നു, എബ്രായ ലേഖനകാരൻ ഇറങ്ങി വന്ന് പറയുന്നു, നീ ഓട്, നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓട്, നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് ഓടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ തളർന്നിരിക്കരുത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ബ്രദറെ, സിസ്റ്ററെ, സാറേ, പാസ്റ്ററെ, ഇതൊക്കെ വലിയ പ്രയാസമാണ്, ഇങ്ങനൊന്നും ഓടാനൊന്നും പറ്റത്തൊന്നുമില്ല, പണ്ടൊക്കെ ഓടാമായിരുന്നു, ഇങ്ങനൊന്നും ഓടാനൊന്നും കഴിയത്തില്ല, ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുന്നു, നീ അല്ല ഇത് ആദ്യം ഓടിയത്, നിന്റെ അതേ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ വിശുദ്ധന്മാരായ അനേക സാക്ഷികൾ നിന്നെ എൻകറേജ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ഓട്ടം എനിക്ക് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ആ ഗാലറിയിൽ നിന്നും നിങ്ങളുടെ അതേ ജീവിത സാഹചര്യങ്ങളിലൂടെ ഇറങ്ങി വന്ന ആളുകൾ, ഓടി ബിരുദ പ്രാപിച്ചവരായ ആളുകൾ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഓട്ടത്തിന് തടസ്സമായി നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളെ എൻകറേജ് ചെയ്യുവാനായിട്ട് ഹാബേൽ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും, നോഹ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും, അബ്രഹാം ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും, ഇസഹാക്ക് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും, യോസഫ് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഓടുവിൻ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരാൾ മാത്രമെങ്കിൽ അത് ഞാനായിരിക്കുമെന്ന നിലയിൽ. ഹല്ലേലൂയ. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഓടി രക്ഷപ്പെടട്ടെ, എല്ലാവരും ഓടി വിജയിക്കട്ടെ, പക്ഷെ ഒരാൾ മാത്രമേ വിജയിക്കത്തുള്ളെങ്കിൽ അത് ഞാനായിരിക്കുമെന്ന നിലയിൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുവാൻ, എനിക്ക് ഈ രാജ്യം, എനിക്ക് ഈ ഓട്ടം ഓടണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിലെത്തണം, കർത്താവിൻ്റെ വിശുദ്ധിയിൽ, അവൻ്റെ വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കണം, പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ ഞാൻ എന്നെ തന്നെ തള്ളിക്കളയത്തില്ല, അവൻ്റെ വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവോളം ഈ ഓട്ടക്കളത്തിൽ ഞാൻ മുന്നോട്ടോടും, ബലാത്കാരം ചെയ്ത് ഞാൻ ദൈവരാജ്യത്തെ പിടിച്ചടക്കും. എത്ര പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയും, കർത്താവേ, ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇതുവരെ പലപ്പോഴും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇല്ല, ഇന്ന് രാത്രി ഞാൻ തീരുമാനിക്കുന്നു, എനിക്ക് ഈ ദൈവരാജ്യം സ്വന്തമാക്കിയേ പറ്റൂ.
എനിക്ക് അവന്റെ വിശുദ്ധി പ്രാപിച്ചേ പറ്റൂ. ഞാൻ ഇതുവരെ മറ്റുള്ളവരുടെ പ്രകാശത്തിൽ എന്നെ കാണുകയായിരുന്നു. ഇല്ല കർത്താവേ, ഇന്ന് രാത്രി നിന്റെ പ്രകാശത്തിൽ എന്നെ കണ്ട എൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നു. എത്ര പേര് ദൈവസന്നിധിയിൽ പറയും? കരങ്ങളെ ഉയർത്തി കർത്താവിനോട്, കർത്താവേ എനിക്കൊരു പുതിയ ജീവിതം വേണം. കർത്താവേ എനിക്കൊരു പുതിയ അനുഭവം വേണം. കർത്താവേ എനിക്കൊരു പുതിയ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ നീ എന്നെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വിജയിയാകാൻ വേണ്ടിയല്ല, വിശുദ്ധനാകാൻ വേണ്ടിയാണെന്ന്. അതുകൊണ്ട് കർത്താവേ ഈ വിശുദ്ധ ജീവിതം ബലാത്കാരം ചെയ്തു തന്നെ കർത്താവേ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അതിനുള്ള വലിയ ഉത്കടമായ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, ഒരു വൈൽഡായിട്ടുള്ള ഒരു കർത്താവേ ഒരു ഡിസയർ എനിക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ ഓട്ടത്തിൽ ഞാൻ പലപ്പോഴും എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന സാക്ഷികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഗാലറിയിൽ നിന്ന് എനിക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടുവരുന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാരായ ആളുകൾക്ക് വേണ്ടി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രിയിൽ വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ഓടുകയാണ്. വെറുതെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവനായിട്ടല്ല, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നല്ല കർത്താവേ. യെസ് ലോർഡ്, ഐ വാണ്ട് ടു സീ ദാറ്റ് ഐ ആം റിസീവിംഗ് ദാറ്റ് റിവാർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഓട്ടത്തിൽ ഓടി എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ചയോടുകൂടി ഞാൻ രാത്രി ഓടുന്നു. എന്റെ ആത്മാവിന്റെ ശക്തിയിൽ മുന്നേറുവാൻ എന്നെ സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.